اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا أكرم الخلق ويا من يفتقر كل إليه لجاهه يوم الحشر، لا تنسني إذ ذاك في تلك الضرر، قد جئت بابك راجيا نيل الظفر، بنوالكم يا مصطفى لا ينكسر، قلبي بعودي خائبا مع من خسر، لو جاء إلى الكرماء من يشكو العسر، بالافتقار فلا يعود بلا يسر، هل من كريم مثلكم في من غبر، أو من يجي لا وحق المقتدر، يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. وعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവാദരണീയരായ ഷെയ്ഖുന കെ ഉസ്താദ്, കെ ഉസ്താദ്, മൂസ ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, മുത്തഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ 5 ദിവസങ്ങളിലായി നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ അൽ-ഇഹ്സാന്റെ കീഴിൽ വലിയ ആത്മീയ സംഗമങ്ങൾ നടത്തപ്പെടുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളുമായി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്ന മഹാരഥന്മാർക്ക്, മഹത്വമുള്ള വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന 8 അടയാളങ്ങൾ ഹ്രസ്വമായി വിവരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാം എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കാത്തു കഴിയുന്നൊരു ലോകമാണ് സ്വർഗലോകം. ആ സ്വർഗത്തിലേക്കുള്ള വഴികൾ ഈ ഹ്രസ്വമായ ആയുഷ്കാലത്ത് തന്നെ നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും വിശ്വാസത്തിലും സന്നിവേശിപ്പിക്കുകയും ആ മാർഗങ്ങളൊന്നും വിടാതെ
പരിപൂർണ വിശ്വാസിയായി അള്ളാഹുവിലേക്ക് നീങ്ങാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ അടയാളങ്ങളെല്ലാം വിശദീകരിച്ച ശേഷം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചു, സ്വർഗലോകത്തെ പ്രധാനപ്പെട്ട കവാടങ്ങൾ 8 എണ്ണമാണ്. അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്ന അടയാളങ്ങളും 8 എണ്ണമാണ്. ഈ 8 അടയാളങ്ങളും സ്വീകരിക്കുന്ന ആളുകളെ നാളെ സ്വർഗലോകത്തെ 8 കവാടങ്ങളിൽ നിന്നായി വിളിക്കപ്പെടും. 8 കവാടങ്ങളിൽ നിന്നും വിളിക്കപ്പെടുന്ന വലിയ മഹത്വമുള്ള ആളുകളായി ഉയരാനും വളരാനും നമ്മുടെ ഈ ജീവിതത്തിൽ പരിശ്രമം നടത്തേണ്ടതുണ്ട്. ഒരുപാട് പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും നമ്മുടെ ജീവിതത്തിൽ തീർക്കേണ്ടി വരും, സ്വാഭാവികമാണ്. എന്നാലും ഈ വഴികൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രയാസകരൊന്നുമല്ല. ഈമാൻ അവർ സ്വീകരിച്ച് മനസ്സ് ശുദ്ധമാക്കിയ ആളുകൾ അവർക്ക് സ്വീകരിക്കാൻ എളുപ്പമുള്ള അടയാളങ്ങളാണ്. ഖുർആൻ വിശദീകരിക്കുന്ന അടയാളങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഒരു അധ്യായം ഖുർആനിലുണ്ട്. വിശ്വാസികളിൽ ഉണ്ടായിത്തീരേണ്ട 50-ലധികം അടയാളങ്ങളാണ് ആ അധ്യായത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വേറെയും ഒരുപാട് അധ്യായങ്ങളിലായി വിശ്വാസികൾക്ക് വേറിട്ട അടയാളങ്ങൾ അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ അടയാളങ്ങൾ അതിൽ നിന്ന് ചില കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന അടയാളങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന നല്ല ആളുകളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാമുമായി ബന്ധമുള്ള ദുആ ചെയ്യാൻ അർഹതപ്പെട്ട, ദുആ കൊണ്ട് പ്രത്യേകം ഏൽപ്പിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അതിൻ്റെ പഠനം നടത്തുന്ന ഈ വലിയ സദസ്സ് ദുആഇന് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ഈ അടയാളങ്ങൾ വിശദീകരിക്കുന്നതിന്റെ തുടക്കമായി ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളാണ് ഉണർന്ന് ചിന്തിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്ന ബുദ്ധിമാന്മാർ ലോകതലങ്ങളിൽ പേരും പെരുമയുമുള്ള കണ്ടെത്തലുകൾക്ക് മാത്രം നേതൃത്വം നൽകുന്ന ആളുകളല്ല. ഖുർആൻ പഠിപ്പിക്കുന്ന ബുദ്ധിമാന്മാർ അള്ളാഹുവെ ഉൾക്കൊണ്ടവരും വിശ്വസിച്ചവരും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സദാ പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ്. സൂറ ആല ഇമ്രാന്റെ അവസാനം ബുദ്ധിമാന്മാരാരാണ് അല്ലാഹു തആല വിശദീകരിച്ചപ്പോൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹു അവിടെ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മുടെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ പലരുടെയും വീക്ഷണത്തിൽ കണ്ടെത്തലുകൾക്ക് മാത്രം നേതൃത്വം നൽകുന്ന ആളുകളായിരിക്കും. അവർക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധിയില്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഖുർആനിന്റെ സാങ്കേതികാർത്ഥത്തിലുള്ള ബുദ്ധിമാന്മാർ ആ ആയത്തുകളൊക്കെ വിശദീകരിച്ചെടുത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, യഥാർത്ഥ ബുദ്ധിയുള്ള ആളാണെങ്കിൽ 100 കൂട്ടം, 1000-ലധികം, 10,000-ലധികം കണക്കില്ലാത്ത വിധം അടയാളങ്ങൾ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ നിറച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. അള്ളാഹുവിനെ വിശ്വസിക്കാനുള്ള ബുദ്ധിയാണ് തികഞ്ഞ ബുദ്ധി. അതിന് ഇഷ്ടം പോലെ അടയാളങ്ങളല്ലേ അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലും ഈ കാണുന്ന പ്രാപഞ്ചിക ലോകത്ത് എന്തെല്ലാം അടയാളങ്ങൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ അടയാളങ്ങളൊക്കെ?
സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതൊരു സങ്കല്പം അല്ല, ഭാവനയല്ല, നിർമ്മിതിയും അല്ല. അല്ലാഹു തആല ഹഖാണ് എന്ന് ബോധ്യപ്പെടാൻ സനുരീഹിം ആയാതിനാ, നമ്മുടെ അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, പാഠ്യങ്ങൾ, പഠനങ്ങൾ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഫിൽ ആഫാഖ്, ഈ പ്രപഞ്ചത്തിന്റെ വിവിധ പ്രതലങ്ങളിൽ. വഫീ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിലും. നമ്മുടെ ശരീരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം നമുക്ക് നിശ്ചയിച്ചു തന്ന, വേറെ ഒരാൾക്കും ഒരു വിഷയത്തിലും പങ്കില്ലാത്ത 100 കൂട്ടം അടയാളങ്ങളുണ്ട്. ആർക്കും അതിന്റെ രഹസ്യം പിടുത്തം കിട്ടിയിട്ടില്ല. ആർക്കും അതിന്റെ രഹസ്യം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ചോർത്തിയെടുക്കാനോ അതേ രൂപത്തിൽ സംവിധാനിക്കാനോ കഴിയില്ല. നമ്മുടെ സൃഷ്ടിപ്പ് വലിയൊരു അടയാളമാണ്. ആ സൃഷ്ടിപ്പിലുള്ള ഏറ്റവും വലിയ സൗന്ദര്യമല്ലേ നമ്മുടെ തള്ളവിരലിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന സീരിയൽ കോഡ്. ഒരു ഉപ്പയുടെ 10 മക്കളും ഒരു പേപ്പറിൽ ഒപ്പുവെച്ചാൽ 10ഉം 10 എണ്ണമാണ്. ഒന്നിനോട് സാമ്യതയുള്ള മറ്റൊന്നില്ല. ഒരു നാട്ടിലെ ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും ഒപ്പുവെച്ചാലും ഒരൊപ്പിനോട് സമാനമാകുന്ന ഒരു ഒപ്പ് മറ്റൊന്നില്ല. എത്ര കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് വന്നാലും, എത്രമാത്രം പുരോഗതി പ്രാപിച്ചാലും ഇതിനെ വെല്ലുന്നൊരടയാളം വേറെയില്ല. നിങ്ങൾ നോക്കി, എന്തെല്ലാം പുരോഗതികൾ വന്നു. നമ്മുടെ പേന കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സീല് കൊണ്ടും ഒക്കെ നമ്മൾ സീല് വെച്ചാലും വലിയ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ആധാര പേപ്പറിൽ ഇത് തന്നെ വേണം. കയ്യൊപ്പ് ചാർത്തുന്നിടത്ത് ഈ ഒരു ഒപ്പ് തന്നെ വേണം. കാരണം ഇതിനെ മറികടക്കാൻ പറ്റുന്ന മറ്റൊന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരങ്ങളിൽ ധാരാളം അടയാളങ്ങൾ വെച്ചിരിക്കുന്നു. നമുക്കാർക്കും പലതും ഓർക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നതിന്റെ അപ്പുറത്ത്. രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഒന്ന് അകത്തേക്ക് പ്രവേശിക്കില്ല. എന്താ കാരണം? അവിടെയെല്ലാം അല്ലാഹു തആല പ്രതിരോധ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ ചെവി, നമ്മുടെ മൂക്ക്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണ്. പെട്ടെന്നൊരു പ്രാണിക്ക് അങ്ങോട്ട് കിടന്നു ചെല്ലാൻ കഴിയൂല. കണ്ണ് തുറന്ന് ഉറങ്ങുന്ന ആളാണെന്ന് കുട്ടിക്കോളും. എന്നാലും ഒരു ഉറുമ്പിന് അങ്ങോട്ട് കിടക്കുമ്പോഴേക്ക് തടസ്സം വരും. നമ്മുടെ ഉറക്കിന് ഭംഗം വരാത്ത രൂപത്തിൽ നമ്മൾ അതിനെ തട്ടിമാറ്റും. നമ്മൾ തട്ടിമാറ്റുന്നത് കണ്ടിട്ട് എന്താണ് ഇയാൾ കളിക്കുന്നത് എന്ന് ഉറങ്ങാത്ത ആളുകൾ നോക്കി നിൽക്കുന്നുണ്ടാകും. രാവിലെ ഉണർന്ന നമ്മളോട് ഇന്നലെ ഒരു 15 മിനിറ്റ് നേരം കണ്ണിന്റെ ഭാഗത്തും കാതിന്റെ ഭാഗത്തും നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഞാനോ? ഇന്നലെ ഉറങ്ങിയപ്പോഴോ? അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മളെ ഉറക്കത്തിന് ഭംഗം വരാത്ത രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു തആല പ്രതിരോധം തീർക്കുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം കടക്കുന്ന ഒരു ശരീരമല്ലല്ലോ നമ്മുടെ ശരീരം. ആലയിൽ വിശ്രമിക്കുന്ന പശുവിനെ പോലെയല്ല, വേറെ ഏതെങ്കിലും ജീവിയെ പോലെയല്ല. ഓട്ടോമാറ്റിക്കലായി നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകുന്നുണ്ട്. ആ മറിഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ, മാറിക്കിടക്കുന്നതിനിടയിൽ ഉറക്കിന് യാതൊരുവിധ ഭംഗവും വരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ച അടയാളങ്ങൾ എത്രമാത്രം വലുതാണ്. എന്തിനാണ് അല്ലാഹു ഇതൊക്കെ വെച്ചത്? ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടാനും പഠിക്കാനും. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് അടയാളങ്ങളല്ലേ അല്ലാഹു തആല വെച്ചു തന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ അല്ലാഹു തആലയുടെ ഔദാര്യമായ, മഹത്തായ ഔദാര്യമായ മഴ, വെള്ളം, ജലാശയം ഒന്നാണ്, ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമാണ്. ഒരേ മഴയിൽ നിന്ന് ഒരു പ്രദേശത്ത് വ്യത്യസ്ത രീതിയിലുള്ള സമ്പത്താണ് ഉണ്ടായിത്തീരുന്നത്. മധുരമുള്ളത്, പുളിയുള്ളത്, കയ്പുള്ളത്, അങ്ങനെ
ചവർപ്പുള്ളത്, ഏതെല്ലാം തരത്തിലുള്ള രുചിഭേദങ്ങളാണ്. വെള്ളം ഒന്നാണ്, പക്ഷേ പുറത്തേക്ക് തരുന്നത് വൈവിധ്യങ്ങളാണ്. പഠിക്കാനും ചിന്തിക്കാനും ധാരാളമുണ്ട്. ആരാണ് ആ ബുദ്ധിമാന്മാർ? അള്ളാഹുവിനെ ശരിക്കും ഉൾക്കൊള്ളുന്നവരാണ്. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. ഇവിടെ സൂറത്തുർ റാദിൽ പഠിപ്പിക്കുന്ന അടയാളങ്ങൾ ആദ്യമായി അല്ലാഹു തആല പറയുന്നത് അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. യഥാർത്ഥ ബുദ്ധിമാന്മാർ അള്ളാഹുവിനോടുള്ള വാഗ്ദത്തം, കരാറ് പൂർണ്ണമായി പാലിക്കുന്നവരാണ്. നമ്മളോട് അല്ലാഹു തആല കരാറുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. ആലമുൽ അർവാഹിൽ വെച്ച ഒരു കരാറിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു തആല ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? എല്ലാവരും പറഞ്ഞു അതെ. എന്തിനാണ് എല്ലാവരും അതെ എന്ന് പറഞ്ഞത്? ഇനി ആഖിറത്തിലെത്തിയിട്ട് ഞങ്ങൾക്ക് പരിചയമില്ലായിരുന്നു എന്ന് പറയാതിരിക്കാൻ. അൻതഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്, റബ്ബിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ ബോധമില്ലാത്തവരായിരുന്നു എന്ന് നിങ്ങൾ പറയരുത്. അതിനാണ് ഈ സാക്ഷ്യപ്പെടുത്തൽ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അഹദ് അല്ലാഹുവെ അറിഞ്ഞ് വിശ്വസിക്കാനാണ്. അത് മാത്രമാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഏൽപ്പിച്ച കീർത്തനകൾ മുഴുവനും, തക്ലീഫുകൾ മുഴുവനും ഈ പറഞ്ഞ അഹദിൽ പെട്ടു. അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ്, അല്ലാഹുവിനോടുള്ള വാക്ക് പാലിക്കുന്നവർ, കരാറ് പാലിക്കുന്നവർ, പൂർത്തിയാക്കി വീട്ടുന്നവർ. എല്ലാ നിർബന്ധങ്ങളും അതിൽ പെട്ടു. അല്ലാഹു തആല വിലക്കിയ എല്ലാ വിഷയങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നും പുറത്തു പോകുന്നില്ല. പ്രധാനമായും വരുന്നത് ഈമാനാണ്. അതാണല്ലോ ആദ്യത്തെ അഹദ്. ഇവിടെ മനുഷ്യന്മാര് കരാറ് മറക്കാൻ പാടില്ല. വലഖദ് അഹദിനാ ഇലാ ആദമ ഫനസിയ വലം നജിദ് ലഹു അസ്മാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നമ്മൾ ഒരു കരാർ ചെയ്തിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അത് മറന്നു. തീർച്ചപ്പെടുത്തിയിട്ട് ആദം നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചതല്ല. അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു മാർഗവും അവിടെ പറ്റില്ല. വലം നജിദ് ലഹു അസ്മാ, കരുതിക്കൂട്ടിയുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായെങ്കിലാണ് അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിൽ വിധി കൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച കരാറുകൾ പൂർണ്ണാർത്ഥത്തിൽ പാലിക്കുന്നവരാകണം നമ്മൾ. അപ്പോൾ നമ്മൾ അല്ലാഹുവിനോടുള്ള കരാറ് പാലിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരേണ്ടത് മുഴുവനും അല്ലാഹു തരും. ഔഫൂ ബിഅഹദി ഊഫി ബിഅഹദികും, നിങ്ങൾ എന്നോടുള്ള കരാറുകളൊക്കെ പൂർത്തിയാക്കി വീട്ടണം, നിങ്ങൾക്കുള്ളത് ഞാനും പൂർത്തിയാക്കി തരും. അല്ലാഹു തആലാന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ എനിക്കുള്ള, നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട, ഞാൻ നിങ്ങളോട് നിർബന്ധമായും മറ്റും കൽപ്പിച്ച വിഷയങ്ങൾ അത് പൂർണ്ണമായും നിങ്ങൾ പൂർത്തിയാക്കണം, എന്നാൽ നിങ്ങൾക്കുള്ളത് ഞാൻ തരും. അങ്ങനെ പൂർത്തിയാക്കിയവർക്കൊക്കെ അല്ലാഹു അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഖുർആൻ ഉദാഹരണമായി പഠിപ്പിക്കുന്ന മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം അല്ലദീ വഫാ. അല്ലാഹു തആല നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വലിയ സ്ഥാനമാണ് നൽകിയത്. ഇന്നും ആ സ്ഥാനവും ബഹുമാനവും ലോകം മുഴുവനും അംഗീകരിക്കുന്നു. ആ സ്ഥാനമാണല്ലോ ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമാ. റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകൾ യഥാവിധി പൂർത്തീകരിച്ചു. തിരിച്ചൊരു ചോദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാഗത്ത് നിന്നില്ല. നമ്മൾ ആലോചിച്ചാൽ
ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നല്ല ഒരു സന്താനത്തെ ഒരുപാട് പ്രാവശ്യം അള്ളാഹുവിൽ നിന്ന് തേടി. പ്രതീക്ഷ മുറിയാത്ത രൂപത്തിൽ അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചതുപോലെ ചോദിക്കണം. മഹാനവറുകൾ ആ ചോദ്യം നിർത്തിയില്ല. 86-ാമത്തെ വയസ്സിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഒരു കുഞ്ഞിനെ നൽകുന്നത്. ആ കുട്ടിയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം. ഒരു കുഞ്ഞിനെ നൽകിയ ഉടനെ തന്നെ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന വന്നു, ഓർഡർ വന്നു. നിങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി വിശുദ്ധമായ ഹറമിന്റെ പരിസരത്ത് താമസിപ്പിക്കണം. ഒരൊറ്റ കുടുംബവും താമസിക്കാത്ത ഒരു സ്ഥലത്ത്, അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടക്കുന്നുകൾ മാത്രമുള്ള സ്ഥലത്ത്, കായ്കനികളോ ജലാശയങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ഇവരെ കൊണ്ടുപോയി താമസിക്കണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. എന്തിനാണെന്ന് ചോദിച്ചോ? ഇല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ അങ്ങനെ തന്നെ പാലിച്ചു. അവരെ അവിടെ കൊണ്ടുപോയി ആക്കി. തിരിച്ചു വരുന്ന സമയത്ത് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു പോകുമ്പോൾ പിന്നാലെ വന്നു. ചോദിക്കുന്നു, നിങ്ങൾ പോവുകയാണോ? ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി, എന്നെയും ഈ കുഞ്ഞിനെയും തനിച്ചാക്കി നിങ്ങൾ പോവുകയാണോ? മറുപടിയൊന്നും പറയുന്നില്ല. കണ്ണിൽ നിന്ന് മറയാറായ നേരത്ത് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹുവാണോ ഇതുകൊണ്ട് നിങ്ങളോട് ഉത്തരവിട്ടത്? ഒറ്റ മറുപടിയാണ്, നഅം, അതെ. മറുപടി അങ്ങനെ ലഭിച്ചപ്പോൾ ഇങ്ങനെ ധൈര്യവും അല്ലാഹു പറയുന്ന നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ കഴിയുന്ന പത്നിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇദൻ ലാ യളീഉനാ, അല്ലാഹു ഞങ്ങളെ വൃഥാവിലാക്കുകയില്ല. ഞങ്ങൾക്ക് തരേണ്ടത് അല്ലാഹു തആല തരും. പോകുന്നതിന് തടസ്സമൊന്നും പറഞ്ഞില്ല. അള്ളാഹുവാണ് കൽപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ സ്വീകരിച്ചു. സഹോദരിമാരെ, സ്വന്തം വീട്ടിൽ കഴിയാൻ ഭർത്താവ് എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കുകയാണ് പേടികൊണ്ട്. ഹദ്ദാദ് ചൊല്ലുന്ന വീടാണ്, പേടിയൊന്നും വേണ്ടാന്ന് ഭർത്താവ് പറഞ്ഞിരുന്നു. ഉപ്പമാര് പറഞ്ഞിരുന്നു, ഉമ്മമാര് പറഞ്ഞിരുന്നു, ഖുർആൻ ഓതുന്ന വീടല്ലേ, അള്ളാഹുവിന്റെ വലിയ കാവലുണ്ട്. അതൊരു വെറും വാക്കല്ല, അങ്ങനെ തന്നെയാണ്. ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന വീടിനും വലിയ കാവലുണ്ട്. അതിനു മാത്രം മഹത്വമുള്ള ദിക്റുകളാണ് അവിടെ ഉരുവിടുന്നത്. ഒരു ദിക്റിന് തന്നെ എത്രയോ ആയിരക്കണക്കിന് മലക്കുകൾ അതിന്റെ മഹത്വം ഏറ്റെടുത്ത് അവിടെ തങ്ങി നിൽക്കും. സൂക്തങ്ങൾ, വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ, കാവലിന് വേണ്ടിയുള്ള സബഉൽ മുൻജിയാത്ത് ഓതുന്ന വീടാണ്. പേടി വേണ്ട. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള വീട്ടിൽ ഭർത്താവോ വീട്ടിലുള്ള കാരണവരോ ഉപ്പയോ മുതിർന്ന മക്കളോ എത്തുന്നത് വരെ ഭയമാണ്. അവിടെ അന്ന് ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു ഭൂമിയിൽ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ യാതൊരു ഭീതിയും ഇല്ല. അല്ലാഹു അല്ലേ കൽപ്പിച്ചത്? തരേണ്ടത് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല തരും. രാത്രിയായാൽ കൂട്ടിനാരാണ്? അല്ലാഹുവാണ് കൂട്ടിന്. പകലായാലോ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തേക്കുമോ? ഇല്ല, അല്ലാഹുവാണ് കൂട്ടിന്. ആ ഉറപ്പോടെ നിന്നപ്പോൾ, ആ കരുത്തോടെ നിന്നപ്പോൾ കൊടുക്കേണ്ടത് അല്ലാഹു തആല കൊടുത്തില്ലേ? കൊടുത്തു. വെള്ളം തീർന്നുപോയി. അല്പം ഉണ്ടായിരുന്ന കാരക്ക ചുളകളും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇരുന്നാ പോരല്ലോ, അധ്വാനം വേണല്ലോ. പരിശ്രമത്തിന്റെ ഭാഗമായി സൊഫയിലേക്കും മറുവയിലേക്കും ഒന്ന് കയറിയിറങ്ങി. എത്ര പ്രാവശ്യമാണ് കയറിയത്? 7 പ്രാവശ്യം. 7ാമത്തെ തവണ മർവയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ശബ്ദം കേട്ടപ്പോൾ മഹദി പതറിയില്ല. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഗിസ് ഇൻ കാന ഇൻദക ഗവാസ്, നിന്റെ പക്കൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. സഹായിക്കാൻ വന്ന ശരീരിയാണെങ്കിൽ, ശബ്ദമാണെങ്കിൽ എന്നെ സഹായിക്കണം.
ശബ്ദം കേൾക്കുമ്പോഴേക്ക് പേടിച്ചു പോവാണ് പലരും. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞ് മഹദി പറഞ്ഞു, വല്ല സഹായിക്കാനും വന്നാണെങ്കിൽ എന്നെ സഹായിക്കണം. ആ മർവയിൽ നിന്ന് 7ാമത്തെ തവണ നേരെ ഇറങ്ങി ഇന്ന് നമ്മൾ കാണുന്ന സംസമിന്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിടത്തിയത് എവിടെയാണ്? സംസം കിണറുള്ള ഭാഗത്ത്. ആ കിണറ നേരെ അവിടുത്തെ കാൽപാദത്തിന്റെ ചുവട്ടിലാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിക്കുന്നുണ്ട്. കാലിന്റെ മടമ്പ് ഞെരിയാണ് തായോട്ട് പോയ ഭാഗത്ത്. വെള്ളം കിനിഞ്ഞു വരുന്നുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാറ്റിക്കടത്തുന്ന ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഒന്നത് വിശാലമാക്കി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് കൊണ്ട് ഒന്ന് കുഴിയാക്കി കൊടുത്തു. വെള്ളമിങ്ങനെ വരുന്നു, ഉറവ പൊട്ടി വരുന്നു എല്ലാ ഭാഗത്തേക്കും. അതങ്ങനെ പോകുമ്പോൾ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് അനുസരണമായി നൽകിയത് സംസം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു ഉമ്മ ഹാജർ റഹിമല്ലാഹു ഉമ്മനാ. ഹാജർ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. മഹദി എങ്ങാനും ആ വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ലകാനത്ത് ഐനം മഈനാ. സംസം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഒഴുകുന്നൊരു വലിയ തടാകമാകുമായിരുന്നു. ആ വാക്കവിടെ അനുസരിച്ചു. ഭൂമി അതിന് വഴങ്ങിക്കൊടുത്തു. അവിടെ തന്നെ ആ വെള്ളം ഇങ്ങനെ തളം കെട്ടി നിന്നു. ഉറവകൾ ഇങ്ങനെ പൊട്ടിയൊഴുകുന്നുണ്ട്, വിശാലമാകുന്നുണ്ട്. ഓരോ ദിവസവും ജലാശയത്തിന്റെ വീതിയും വിസ്തീർണവും കൂടുന്നുണ്ട്. വെള്ളമുള്ള സ്ഥലമായതുകൊണ്ട് പുറത്തുള്ള ആളുകൾക്ക് സിഗ്നൽ നൽകിയിട്ട് പക്ഷികൾ വന്ന് വട്ടമിട്ട് പറക്കാൻ തുടങ്ങുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മയെയും കുഞ്ഞിനെയും അവിടെ ഏൽപ്പിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ പാലിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അള്ളാഹുവിന്റെ ഉത്തരവാണെന്ന് ഏറ്റെടുത്ത ഹാജർ ബീവി റളിയല്ലാഹു അൻഹക്കും കൺകുളിർമയാകുന്ന രീതിയിൽ ജലാശയങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുത്തു. ഔഫൂ ബിഅഹദി ഊഫി ബിഅഹദികും വഇയ്യായ ഫർഹബൂൻ. എന്നോടുള്ള നിങ്ങളുടെ കടപ്പാട്, നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾ പൂർത്തിയാക്കി വിട്ടു. ഞാൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ അംഗീകരിക്കൂ. എന്നാൽ ഊഫി ബിഅഹദികും, നിങ്ങൾ എന്നോട് നിർദ്ദേശിക്കുന്നത്, എന്നോട് പറയുന്നത് അതത്ര വലിയ വിഷയമാണെങ്കിലും ഞാൻ പൂർത്തീകരിച്ചു തരും. ഒന്നും നിങ്ങൾക്ക് കുറവാക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് തന്നെ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി താമസക്കാർ വന്നു. വെള്ളമിങ്ങനെ വിശാലത കൂടിയപ്പോൾ പകല് സമയത്ത് പോകുന്ന യാത്രക്കാര് പറഞ്ഞു, പക്ഷികൾ പറക്കുന്നുണ്ട്, അവിടെ വെള്ളമുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ വന്ന് നോക്കുമ്പോൾ വെള്ളമുണ്ട്. വെള്ളത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഉമ്മയും കുട്ടിയുമുണ്ട്. വെള്ളം ഞങ്ങൾ എടുക്കട്ടെ? വെള്ളം എടുത്തോളൂ, പ്രശ്നമില്ല. വെള്ളം കുടിച്ചപ്പോൾ അവർക്ക് തോന്നി അവിടെ താമസിക്കാൻ. ഞങ്ങളും ഇവിടെ താമസിച്ചാലോ? താമസിച്ചോളൂ. വെള്ളം നിങ്ങൾക്ക് യഥേഷ്ടം എടുക്കാം, പക്ഷെ അവകാശം പറയരുത്. വെള്ളം ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ അവകാശം പറയരുത്. അത് പിന്നെ നമ്മൾ പിണങ്ങിപ്പോകുന്ന ഒരു കാര്യമാകും. ഇഷ്ടം പോലെ വെള്ളമെടുത്ത് നിങ്ങൾക്ക് എത്രയും ഉപയോഗിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാക്ക് ശരിയാം വണ്ണം പാലിച്ചപ്പോൾ ലോകത്തേക്ക് മുഴുവനും ദൃഷ്ടാന്തമായി തെളിവായി റബ്ബ് സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് മൊത്തം നൽകിയ ആ വലിയ സന്തോഷം അല്ലാഹു അവിടെ നിലനിർത്തി. അതുമാത്രമല്ല, പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അടുത്ത നിർദ്ദേശം. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്ന് അങ്ങനെ ഓടിച്ചാടാനും കൂടെ നടക്കാനും ഒക്കെ നല്ല പക്വതയിലായ സമയത്ത് അവിടെ ഒരു ഭവനം നിർമ്മിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അവിടെ ഭവനം നിർമ്മിക്കണം. അതിന്റെ തറ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ചുമരുകൾ മുഴുവനും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ജലപ്രളയത്തിൽ ഒലിച്ചുപോയിട്ടുണ്ട്. തറയുടെ ഭിത്തി മാത്രം ശേഷിപ്പുണ്ട്, ഒരു ചെറിയ അടയാളമായി. അവിടെ ഒരു ഭവനം നിർമ്മിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനയാണ്.
നിർമ്മിക്കുന്നത് രണ്ടുപേരാണ്. അവര് നിർമ്മിക്കുന്നു ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും രണ്ടുപേരും കൂടി ഭവനം നിർമ്മിച്ച് ആ നിർമ്മാണത്തിന് അല്ലാഹു നൽകിയ വലിയ അംഗീകാരമാണ്, സ്വീകാര്യതയാണ് മഖാമു ഇബ്രാഹിം. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ. മക്കയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ഒന്നു മാത്രം മതി, നിങ്ങൾ പഠിച്ചാൽ തീരാത്ത അത്രയും അതിലുണ്ട്. അതാണ് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലിന്റെ അടയാളം പതിഞ്ഞ കല്ല്, ഞെരിയാണിയുടെ ഭാഗമൊക്കെ ശരിക്ക് കൃത്യമായതിൽ കാണാം. വിരലുകൾ പതിഞ്ഞതും കാലിന്റെ അടിഭാഗത്തിന്റെ കുഴിയും കുഴിയല്ലാത്ത ഭാഗങ്ങളും മുഴുവനും ആ കല്ലിൽ പതിഞ്ഞിട്ടുണ്ട്. ആ കല്ലവിടെ ബഹുമാനത്തോടെ അല്ലാഹു തആല സൂക്ഷിക്കുകയാണ്. ആ കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്ത് ഇമാമാക്കി തന്നു. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ. എന്റെ വാക്ക് ഇത്രയും പാലിച്ച ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലടയാളമുള്ള തിരുശേഷിപ്പുള്ള ആ കല്ലിന്റെ പിറകിൽ നിങ്ങൾ നിസ്കരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരണ അല്ലാഹു തആല ബാക്കി വെച്ചതാണ്. അല്ലാഹുവിന്റെ നിർദ്ദേശം പാലിച്ചു. വലിയ പ്രയാസങ്ങൾ സഹിച്ചാണ് കഅബ പുനരുദ്ധാരണം നടത്തുന്നത്. ആ കഅബ നിർമ്മാണം നിർവഹിച്ച് നീണ്ട പ്രാർത്ഥന നടത്തി. ആ സമയത്ത് ഉപയോഗിച്ച കല്ല് അല്ലാഹു തആല അവിടെ ബാക്കി വെച്ചു. ഒന്നും രണ്ടുമാണോ? അല്ല, ഒരുപാട് വിഷയങ്ങൾ. ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നു 30 വിഷയങ്ങളുണ്ട്. വഇദിബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. അല്ലാഹു തആല ഏൽപ്പിച്ച വിഷയങ്ങൾ 30 വിഷയങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അറിയിപ്പ് നൽകി നിർവഹിക്കണം. എന്താണ് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ട്? ഫഅതമ്മഹുന്ന, പൂർണാർത്ഥത്തിൽ നിർവഹിച്ചു. ആശങ്കകളില്ല, തിരിച്ചു ചോദ്യങ്ങളില്ല, മറുചോദ്യങ്ങളില്ല. കൽപ്പനകൾ അങ്ങനെ തന്നെ ശിരസാ വഹിച്ചത് പൂർത്തീകരിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. നിങ്ങളെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകാ പുരുഷനായി, ഇമാമായി, അനുധാവനം ചെയ്യപ്പെടുന്ന നേതാവാക്കി നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അത് വലിയൊരു സംഭവമാണ്. അതാണ് അല്ലാഹു തആല നമ്മളോട് ഇവിടെ പറയുന്നത്, അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുലൂനൽ മീസാഖ്. അല്ലാഹു തആലാനോടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കി വീട്ടുന്നവരാണ് മുഅ്മിനുകൾ. അതിൽ നിർബന്ധങ്ങളായി വരുന്ന കൂട്ടത്തിൽ നേർച്ചകളുണ്ട്. നേർച്ചകൾ നിർബന്ധമാണത് മറക്കാൻ പാടില്ല. നേർച്ച ചെയ്യുമ്പോൾ അവനാണ് ഒക്കുന്നത് മാത്രം നേർച്ച ചെയ്യാം. പ്രതിസന്ധിയുടെ ആഴമനുസരിച്ച് ഒരു പക്ഷേ വലിയ നേർച്ച ചെയ്യും. വീടുമ്പോൾ പിന്നെ വന്ന് ചോദിക്കും, ഉസ്താദേ അത്ര വേണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു 313 114 മതിയോ? അത് പോരാ. നേർച്ചയാക്കിയ 10,001 10,001 വേണം, മാറ്റാൻ പറ്റൂല. അപ്പൊ എന്തിനാ അത്രയും വലിയ നേർച്ചയാക്കി നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത്? ആ വിഷയത്തിന്റെ കടുപ്പം വന്നപ്പോ അങ്ങനെ നേർച്ചയാക്കിയതാണ്. നിർബന്ധമാണ്, നിർവഹിക്കണം, വീട്ടണം. അതും അള്ളാഹുവിനോടുള്ള അഹദാണ്. അള്ളാഹുവിനോടുള്ള കടപ്പാടുകളിൽ ഏറ്റവും പ്രധാനമാണ് അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച കീർത്തനകൾ, തക്ലീഫുകൾ. അത് തുടക്കം മുതലേ നിർവഹിച്ചു വരണം. അത് മാറ്റാൻ പറ്റൂല. കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമാകുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴാണെങ്കിൽ അവരോട് കൽപ്പിക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്ക് വരുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴല്ല. അവരോട് കൽപ്പിക്കാൻ വേണ്ടി നമ്മളോട് ഉത്തരവിട്ടത് ഇദാ ബലഗ സബഅ സിനീന, 7 വയസ്സ് അവർക്ക് പ്രായമാകുമ്പോഴാണ്. നമ്മുടെ നാട്ടിലെ സ്ഥിതി അനുസരിച്ച് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയാം. ആ കുട്ടിയെ പരിശീലിപ്പിച്ചു കൊണ്ടുവരണം. എന്താണ് പരിശീലിപ്പിക്കേണ്ടത്? നിസ്കാരം, നോമ്പ്. പൂർണ്ണമായിട്ടും 30 ദിവസം നോമ്പ് നോൽക്കാൻ ആ സമയത്ത് പറ്റൂലെങ്കിലും കുറച്ചെങ്കിലും നോറ്റാൽ അൽഹംദുലില്ലാഹ് അത് ഭാഗ്യാണ്. കുറഞ്ഞ നോമ്പ് നോറ്റു, ഒരു 5 നോമ്പ്. പിറ്റത്തെ കൊല്ലമായപ്പോ അത് 10 നോമ്പായി. പിറ്റത്തെ വർഷമായപ്പോ അത് 20 നോമ്പായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അത് 30 നോമ്പായി. പ്രായപൂർത്തിക്ക് മുമ്പ് തന്നെ
30 നോമ്പ് നോറ്റ് ശീലിച്ചു. അപ്പൊ ഘട്ടം ഘട്ടമായി ആ പരിശീലനം നൽകുന്നത് അള്ളാഹു രക്ഷിതാക്കളായ നമ്മളെ ഏൽപ്പിച്ച നിർബന്ധമാണ്. ഇപ്പോഴൊന്നും കുട്ടികളോട് അങ്ങനെ പറയേണ്ട, ചെറിയ പ്രായല്ലേ, കുറച്ചുകൂടി വലുതായിക്കോട്ടെ, വളർന്നോട്ടെ എന്ന് വെച്ചാൽ 10 വയസ്സിന് ശേഷം ഈ നിർബന്ധങ്ങൾ അവരെ ശരീരത്തിലേക്ക് അങ്ങനെ പിടിപ്പിക്കാൻ കഴിയൂല. ഈ വിഷയങ്ങൾ അങ്ങനെ എളുപ്പാക്കിയെടുക്കാൻ കഴിയൂല. വലിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ളവർക്ക് എന്നാ അങ്ങനെ നിന്നോട്ടെ എന്ന് പറയേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ നമ്മെ അല്ലാഹു തആല ഏൽപ്പിക്കുന്ന നിർബന്ധം അവർക്ക് പ്രായപൂർത്തി എത്താൻ കാത്തു നിൽക്കരുത്, അതിനു മുമ്പാണ്. അവരെ നോക്കാനും നിരീക്ഷിക്കാനും നിർദ്ദേശിക്കാനും പറഞ്ഞ കാലാവധിയോ അതും നല്ലോണം ശ്രദ്ധിക്കണം. മക്കള് നല്ല പക്വതയിലെത്തുന്നത് വരെ. റഷീദൻ എന്നല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്? റുഷ്ദ് എത്തുന്നത് വരെ ഉപദേശിക്കണം, നിർദ്ദേശിക്കണം. ഒരു കണ്ണ് എപ്പോഴും അവരെ ഭാഗത്തേക്ക് വേണം. കല്യാണം കഴിക്കുന്നവരെ എന്നല്ല, വീടെടുത്ത് മാറി താമസിക്കുന്നവരെയൊന്നും അല്ല, 40 വയസ്സാകുന്നവരെയൊന്നും അല്ല. അങ്ങനെ 40 വയസ്സായിട്ടും പലരും പക്വത എത്താത്തവരുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വയസ്സ് വരാതിരുന്നത്. 40 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുടുങ്ങിയിരുന്നു. 40 ഈ കളിക്കാര്യം മാറാത്ത, കാര്യത്തിലേക്ക് എത്താത്ത, കളി വിടാത്ത, കുട്ടിത്വം വിടാത്ത, അങ്ങനെ പറയുന്നല്ലേ, കുട്ടിത്വം വിടാത്ത ഒരു സ്വഭാവമുണ്ട്. കുട്ടിത്വം വിടണല്ലോ. ഹദീസിലൊക്കെ പഠിപ്പിച്ചല്ലോ, ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബി അല്ലദീ ലൈസത് ലഹു സ്വബ്വഹ. കുട്ടിത്വമില്ലാത്ത നല്ല കാര്യബോധമുള്ള ചെറുപ്പക്കാരനോട് അല്ലാഹു തആലക്ക് വലിയ തൃപ്തിയാണ്. നല്ല പക്വതയുള്ള യുവാവാന്നർത്ഥം. യുവത്വത്തിൽ നല്ല പക്വതയുള്ള ആളാണ്. കാര്യശേഷിയും കാര്യബോധവും, സ്വന്തം കുടുംബവും സ്വന്തം ജീവിതവും മക്കളെയും നാടിനെയും ദീനിന്റെ പ്രവർത്തനത്തെയും ഒക്കെ ചേർത്തി നിർത്തി നല്ല പക്വതയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. ആ ഷാബിനോട്, ആ യുവാവിനോട്, യുവതിയോട് അല്ലാഹു തആലക്ക് വലിയ തൃപ്തിയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അവര് റുഷ്ദിലെത്തുന്നത് വരെയാണ് നമ്മളെ ഏൽപ്പിച്ച ആ ഒരു കടമ. അത് ചെറുതല്ല. റുഷ്ദ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വറുഷ്ദു സ്വലാഹുദ്ദീൻ വൽ മാൽ. 2 കാര്യങ്ങൾ അത് നല്ല രൂപത്തിലായി തീരണം. ഒന്ന് സ്വലാഹുദ്ദീൻ, വിശ്വാസ കർമ്മ ആത്മീയ മേഖലകൾ നമ്മൾ പറയാതെ നിർദ്ദേശിക്കാതെ സ്വന്തം അതൊക്കെ ചെയ്യാനുള്ളൊരു പക്വത. ഫർള് നിസ്കരിക്കുന്ന മോനോട് സുന്നത്ത് നിസ്കരിക്കുന്ന പറയണ്ട, സുന്നത്ത് നിസ്കരിക്കും. ഖുർആൻ ഓതെന്ന് പറയണ്ട, ഖുർആൻ ഓതും. നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റൊക്കെ ചൊല്ലിയിട്ട് മാത്രം എഴുന്നേറ്റ് പോയാൽ മതി എന്ന് പറയണ്ട, ഒക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ടേ പോകുള്ളൂ. ആ രൂപത്തിലാണ് നല്ല പക്വമതിയാകണം ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും. ദീൻ എന്ന് പറഞ്ഞതിൽ ആ വിഷയങ്ങളൊക്കെ പെട്ടു, വിശ്വാസ കർമ്മ ആത്മീയ രംഗങ്ങളൊക്കെ. അതിനോട് ചേർത്തി മറ്റൊന്ന് പറഞ്ഞു, വൽമാൽ, സമ്പത്ത്. ശേഖരിക്കുന്നതും അത് വ്യയം ചെയ്യുന്നതും രണ്ടും നല്ല മാർഗത്തിലാകണം. ഇഷ്ടം പോലെ ശേഖരിക്കും, എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല, അപ്പൊ പക്വത എത്തിയിട്ടില്ല. എവിടുന്നൊക്കെയാണ് ശേഖരിക്കേണ്ടതെന്ന് അറിയില്ല, കിട്ടുന്നിടത്ത് മുഴുവനും മാറും, അപ്പോഴും എത്തിയിട്ടില്ല. നല്ല ജോലി തെരഞ്ഞെടുത്ത്, നല്ല മൈഷത്തിന്റെ മാർഗം തെരഞ്ഞെടുത്ത്, നല്ല ഹലാല രൂപത്തിൽ കഠിനാധ്വാനം ചെയ്ത് സമ്പത്ത് ശേഖരിക്കും. പാകത്തിൽ ഓരോ സമയത്തും അത് ചെലവഴിക്കുകയും ചെയ്യും. എല്ലാം കൂടി ചെലവഴിച്ചിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയില്ല. പാകത്തിൽ എല്ലാ തലങ്ങളിലും കുടുംബത്തിന്റെ ചെലവും, ബാപ്പയും ഉമ്മയെ നോക്കുന്നതും പരിസരം നോക്കുന്നതും ദീനിന് കൊടുക്കുന്ന സേവനം ഒക്കെ കണ്ടറിഞ്ഞ ആ രൂപത്തിൽ ചെലവഴിക്കും. ഇടക്കിടക്ക് ആ ബാധ്യതകളൊക്കെ നിർവഹിക്കാനുള്ള രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ആവശ്യത്തിന് സൂക്ഷിക്കുകയും മറ്റുമൊക്കെ ചെയ്യും. അങ്ങനെയുള്ളൊരു പക്വതയിലേക്ക് ആണും പെണ്ണും എത്തുന്നത് വരെ നമ്മുടെ ബാധ്യതയുണ്ട്. ഞാനിതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ഒരു അഹദാണത്. രക്ഷിതാക്കളായ ആളുകളെ മുഴുവനും ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ പൂർത്തിയാക്കി വിട്ടണം. അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്. കരാറ് പൊളിക്കൂല. കരാറ് ചെയ്താൽ ആ കരാറിൽ തന്നെ അടിയുറച്ചു നിൽക്കും.
മാറ്റുണ്ടാകൂല. ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു ബൈഅത്ത് ചെയ്താൽ, ഒരു ഉടമ്പടി ചെയ്താൽ അതിൽ ഉറച്ചു നിൽക്കും. സത്യം ചെയ്താൽ അങ്ങനെ ഉറച്ചു നിന്നോളണമെന്നില്ല. സത്യം ചെയ്തിട്ട് പൊളിക്കലാണ് ഖൈറെങ്കിൽ പൊളിക്കണം. അങ്ങനെയാണ്. ഞാൻ സത്യം ചെയ്തു പോയല്ലോ, അയാളോട് മിണ്ടൂലാന്ന്. പക്ഷേ നീ മിണ്ടിയാൽ ഒരുപാട് ഖൈറുണ്ട്. അതിപ്പോ മൗനമായി നടന്നാൽ അത് നടക്കൂല. അതുകൊണ്ട് ആ സത്യം പൊളിച്ച് അതിനുള്ള പ്രായശ്ചിത്തം നൽകി നീ മിണ്ടി നടക്കലാണ്, സംസാരിച്ച് നടക്കലാണ് ഖൈറെങ്കിൽ ആ സത്യം പൊളിക്കണം. അങ്ങനെ പൊളിച്ചിട്ടുണ്ട്. സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ സത്യം ചെയ്ത് പറഞ്ഞിരുന്നു. ആ വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടൂലാന്ന് മഹദി സത്യം ചെയ്ത് പറഞ്ഞു. ലില്ലാഹി അലയ്യ നദുറുൻ അല്ലാ അതകല്ലമ ഇബ്നു സുബൈർ അബദാ. ഒരിക്കലും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഞാൻ മിണ്ടൂല. സ്വന്തം സഹോദരിയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിന്റെ മകനാണ്. പക്ഷെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടെയാണ് താമസിക്കല്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. കാരണം അവിടെയാണ് പഠിതാക്കൾ ഇഷ്ടം പോലെ വരുന്ന വീട്. അവിടെയാണ്. അവിടെ വരുന്ന ആളുകൾ തഫ്സീർ ചോദിക്കും, ഹദീസ് ചോദിക്കും, ചരിത്രം ചോദിക്കും, അനുഭവങ്ങൾ ചോദിക്കും, എല്ലാം ചോദിക്കും. അപ്പൊ ഇൽമിന്റെ സമ്പാദനത്തിന് വേണ്ടി അവിടെ കൂടും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവിടെ കൂടുമ്പോ കാണുന്ന ഏറ്റവും വലിയ കാഴ്ചയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആര് ഹദിയ കൊടുത്താലും അതവിടെ ശേഖരിച്ചു വെക്കൂല, ഉടനെ ചെലവാക്കും. അത് അത്ര ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും കൊടുക്കും. അത് മഹദിയുടെ ഒരു നന്മ നിറഞ്ഞ ഒരു പ്രകൃതമാണ്, സ്വഭാവമാണ്. അങ്ങനെ കൊടുക്കും. അങ്ങനെ വരുന്നവർക്കൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഏൽപ്പിക്കും, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു പറയും. പരിചയക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറ്റു പത്നിമാർക്കും ഒക്കെ കൊടുക്കും. കുടുംബക്കാർക്ക്, അടുത്തവർക്ക്, അകന്നവർക്കൊക്കെ കൊടുക്കും. സാധാരണ കൊടുക്കുന്ന പതിവുള്ള ആൾക്കാർക്കും കൊടുക്കും. ഇങ്ങനെ കൊടുക്കുമ്പോ ഒരിക്കൽ തമാശക്ക് വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിനാണ് ഇത്രത്തോളം കൊടുക്കുന്നത്? ആയിഷ ബീവിന്റെ കൈ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതാ. ഈ വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരിക്കലും പിടിച്ചില്ല. മഹദി ആ വാക്ക് കേട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ കൊടുക്കുന്നതിന് എന്തിനാ അങ്ങനെ എതിർക്കുന്നത്? എനിക്ക് ജനങ്ങൾ തരുന്ന ഹദിയ ഞാൻ അങ്ങോട്ട് കൊടുക്കല്ലേ, കൊടുക്കുന്ന വിഷയം എതിർക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ മിണ്ടൂലെന്ന് പറഞ്ഞു. നേർച്ചയാക്കി സത്യം ചെയ്താ പറഞ്ഞത്. പക്ഷേ ആ സത്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊളിച്ചു. കാരണം സ്വഹാബിമാരും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിരന്തരം സമീപിച്ച് നിങ്ങൾ മിണ്ടണം, സംസാരിച്ചേ പറ്റൂ, സമ്പർക്കത്തിലായേ പറ്റൂ, നിങ്ങൾ പിണങ്ങരുത്. അതുകൊണ്ട് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമാണ് ഉമ്മ. നിങ്ങൾക്കൊരു പക്ഷേ ഒരു കുഴപ്പവും വന്നില്ലെന്ന് വന്നേക്കാം, എനിക്കിവിടെ ഇൽമു നഷ്ടമാണ്. നിങ്ങൾ പണന്നുകൊണ്ട് എനിക്കൊരുപാട് നഷ്ടങ്ങളുണ്ട്. മിണ്ടണമെന്ന് പറഞ്ഞപ്പോ മഹദി മിണ്ടി സംസാരിച്ചു. ആ വിഷയത്തിന് പ്രായശ്ചിത്തം കൊടുക്കണമല്ലോ. ഒരടിമയെ മോചിപ്പിച്ചാൽ മതി. ആയിഷ റളിയല്ലാഹു അൻഹ 40 അടിമകളെ മോചിപ്പിച്ചു. നേരത്തെ സ്വതക്ക ധാരാളം കൊടുത്തതിന്റെ പേരിലാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായത്. അതിന് പ്രായശ്ചിത്തമായി കൊടുത്തതോ 40 അടിമകളെ മോചനമാണ്. പിന്നീട് ഈ സംഭവം പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരയാറുണ്ട്. കരഞ്ഞ് കരഞ്ഞ് മുഖമക്കനെ നനയാറുണ്ട്. അങ്ങനെ ഒരു പിണക്കം പിന്നിൽ നിന്ന് സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ച്, അടുത്ത കുടുംബക്കാരനാണ്, തൊട്ടാൽ ഉളൂ മുറിയാത്ത കുടുംബമാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമായുള്ള കുടുംബം. കാണാൻ പറ്റുന്ന കുടുംബമാണ്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിൽ തന്നെയാണ് മഹാനദികയും താമസിക്കാറുള്ളത്. രാത്രിയാകുമ്പോ വീട്ടിൽ പോകും, പകല് മിക്ക സമയങ്ങളിലും ആ വീട്ടിലുണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനൊരു പിണക്കം വന്നപ്പോ അത് പൊളിച്ചു. ചിലര് വിചാരിക്കും ഞാൻ സത്യം ചെയ്തതല്ലേ ഉസ്താദേ, ഇനിയിപ്പോ അത് പൊളിക്കാന്ന് പറഞ്ഞ വിഷയല്ലേ. പൊളിക്കലാണ് ഖൈറെങ്കിൽ ആ സത്യത്തിന്റെ ഗൗരവം ആലോചിച്ച് നിൽക്കരുത്, പൊളിക്കണം. എന്നിട്ടതിന് പ്രായശ്ചിത്തം കൊടുക്കണം. ഫകഫാറതുഹു ഇത്ആമു 10 മസാകീന മിൻ ഔസതി മാ തുതീമൂന അഹ്ലികും ഔ കിസ്വതുഹും ഔ തഹരീറു റഖബ ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാം ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم. കഫാറത്ത് അല്ലാഹു തആല പഠിപ്പിച്ചു ഖുർആനിലൂടെ.
10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, കൊടുക്കേണ്ട രൂപത്തില് വേവിച്ച് നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കാനല്ല, നിശ്ചയിച്ച രൂപത്തിൽ അവർക്ക് മുദ്ദ് കൊടുക്കണം. അല്ലെങ്കിലോ കിസ്വത്തുഹും, അവർക്കുള്ള വസ്ത്രങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം. ഇതിനൊന്നും സാധിക്കാത്ത വ്യക്തി ഫസിയാമു സലാസത്തി അയ്യാം, 3 ദിവസം നോമ്പ് നോൽക്കണം. ചെയ്ത സത്യം പൊളിക്കലാണ് ഖൈറെങ്കിൽ പൊളിക്കണം, അതാ മാർഗമാണ്. പക്ഷെ പറഞ്ഞ വാക്കിൽ നിന്ന് മാറാൻ പാടില്ല. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞോ എന്ന് മാറാൻ പാടില്ല. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ മഹത്വം. അവരൊരു കാര്യം ബൈഅത്ത് ചെയ്താൽ ആ ബൈഅത്തിൽ നിന്ന് 1 ഇഞ്ച് മാറൂല. തങ്ങളെ കൈപിടിച്ച് ചെയ്യുന്ന ബൈഅത്തിൽ നിന്ന് അവർ മാറൂല ഒരിക്കലും. മാറാതെ അവർ സൂക്ഷിക്കും. പലരും അങ്ങനെ ബൈഅത്ത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു. വലിയ ആബിദീങ്ങളിൽപ്പെട്ട മഹാനാണ് അബൂ ഹംസ. അബൂ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബത്ത് ചെയ്ത ബൈഅത്ത് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ എന്റെ ഗുരുനാഥന്റെ മുന്നിൽ ഒരു ബൈഅത്ത് ചെയ്തു. ഞാൻ ആരോടും ഒന്നും ചോദിക്കൂല എന്നാ ബൈഅത്ത് ചെയ്തത്. ഒരാളോടും ഒന്നും ചോദിക്കൂല. അങ്ങനെ ആ ബൈഅത്ത് സ്വീകരിച്ചു. അങ്ങനെയാണ് ബൈഅത്ത്, ഉസ്താദിന്റെ കൈ പിടിച്ച ബൈഅത്ത് ചെയ്ത്. ഒരാളോടും ഞാൻ ഒന്നും ചോദിക്കൂല. അല്ലാഹു തആലയോട് ചോദിക്കൂല എന്നല്ല, ഒരാളോടും ഒരു വ്യക്തിയോട് ഒരു സഹായം ഞാൻ ചോദിക്കൂല. അങ്ങനെ ബൈഅത്ത് ചെയ്ത അബൂ ഹംസ എന്ന് പറയുന്ന മഹാൻ ഹജ്ജിന് പോകുന്ന വഴിയിൽ കൂഫയിലൂടെ അങ്ങനെ പോകുമ്പോ ഒരു കിണർ ആണെന്നറിയാതെ ഒരു ഭാഗം ചവിട്ടി കിണറിന്റെ താഴോട്ട് വീണുപോയി. സുബ്ഹാനല്ലാഹ്, ആരോടൊന്നും ചോദിക്കൂല എന്നല്ലേ, കിണറിൽ അങ്ങനെ നിൽക്കാണ്, ഒരേ നൃത്തം. പറഞ്ഞ വാക്ക് പറഞ്ഞ പോലെ പൂർത്തിയാക്കണല്ലോ എന്ന് കരുതി ഒരു നൃത്തം നിൽക്കാണ് അവിടെ. രാത്രിയായി. ആരെ കാണാനാ, എവിടുന്ന് കിട്ടാനാ, ആരെ വിളിക്കാനാ, ആരോടും ചോദിക്കൂലെന്നല്ലേ. പക്ഷെ അപ്പൊ ചോദിക്കാൻ പറ്റുമോ? ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ചോദിക്കണം എന്നാണ്. അങ്ങനെ ഒരു കരാറ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവന്റെ രക്ഷ ആലോചിച്ച് വേറെ മാർഗങ്ങളില്ലെങ്കിൽ ചോദിക്കണം. പക്ഷെ ആ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നപ്പോൾ, പതറാതെ ആശങ്കയില്ലാതെ ഉറച്ചു നിന്നപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് സഹായം വന്നു. ആ മഹാനുഭാവൻ പറയുന്നു, പിറ്റേ ദിവസം അതിലൂടെ പോകുന്ന ഒരു യാത്രാ സംഘം, ഇവിടെ ഒരു കിണർ എന്തിനാ, ഇത് നമ്മളൊന്ന് മൂടിയാലോ എന്ന് വിചാരിച്ചു. അവര് പറഞ്ഞു, ഈ കിണർ നമുക്കങ്ങ് മൂടാം. കിണറിന്റെ അടിയിൽ നിന്ന് കിണർ മൂടുന്ന വർത്തമാനം അബൂ ഹംസത്ത് എന്നവർ കേൾക്കുന്നുണ്ട്. കിണർ മൂടാൻ പോവുകയാണ്. അവരാ കിണറിന്റെ ആ സൈഡിലായിട്ട് സഹായത്തിന് വേണ്ടി ഒരു വലിയ മരം കൊണ്ടുവന്ന് തറച്ചു. ഈ തറക്കുന്നതൊക്കെ കിണറിന്റെ അടിയിൽ നിന്ന് മഹാനവറുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ആരോടൊന്നും ചോദിക്കൂല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ നിൽക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അതാ മണ്ണ് കൊണ്ടുവന്ന് തട്ടാൻ തുടങ്ങി. മണ്ണ് പൂർണ്ണമായും തട്ടിയാൽ മണ്ണിന്റെ അടിയിൽ പെട്ടുപോകും. പക്ഷേ കുലുക്കമില്ലാതെ മാറ്റമില്ലാതെ നിന്നപ്പോൾ 1-2 തൊട്ടി മണ്ണ് കൊണ്ടുവന്ന്, കൊട്ട മണ്ണ് കൊണ്ടുവന്ന് ഉള്ളിലേക്ക് ഇട്ടപ്പോഴേക്ക് മഹാനവറുകളുടെ മുന്നിലേക്ക് ഒരു ശബ്ദം, ഹാത്തിയതൈ, 2 കൈയും ഒന്ന് നീട്ടിത്തരുമോ? അത് പറഞ്ഞപ്പോ ചോദിക്കാതെ കിട്ടിയതല്ലേ. 2 കൈയും മുകളിലേക്ക് ഇങ്ങനെ നീട്ടിക്കൊടുത്തു. ആരാണ് വലിച്ചത് എന്നും പുറത്തെത്തിച്ചതെന്നും അറിയില്ല, ശബ്ദിച്ചതാരാണെന്നും അറിയില്ല. ആ 2 കൈയും മുകളിലതാ ഒരാൾ പിടിച്ചു, കിണറിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുത്തു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയ സംഭവമാണ്. അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്. പറഞ്ഞ കരാർ പൊളിക്കാതെ, വാഗ്ദത്തം പൊളിക്കാതെ ഉറച്ചു നിന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യേണ്ട സഹായങ്ങൾ ചെയ്തു തരും. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ഒരു കൂട്ടുകാരനോട് നമ്മൾ കടം വാങ്ങി, ജനങ്ങളോടുള്ള ബാധ്യതയും ഇതിൽ പെടുന്നുണ്ട്. ഇമാമിങ്ങൾ വിശദീകരിക്കുന്നു, ഈ അഹദില് അള്ളാഹുവിനോടുള്ള ബാധ്യത മാത്രമല്ല, ജനങ്ങളോടുള്ള വാക്കുകളും ബാധ്യതകളും ഇതിൽ പെടും. ചില ആളുകളോട് നമ്മൾ തരാമെന്ന് പറഞ്ഞാൽ അതേ
ദിവസം തന്നെ കൊടുക്കണം, ദിവസം മാറരുത്, സമയം മാറരുത്. അപ്പോഴാണ് നമ്മൾ വാക്ക് പൂർത്തീകരിക്കുന്നവരാവുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനങ്ങൾ ഒന്നും നിറവേറ്റപ്പെടാതെ പോയിട്ടില്ല. എല്ലാ വാഗ്ദത്തങ്ങളും നിർവഹിക്കപ്പെട്ടു പോയിട്ടുണ്ട്. വഫാത്തിന് ശേഷം ബൈത്തുൽ മാലിലേക്ക് സമ്പത്ത് വന്നു. ബഹ്റൈനിൽ നിന്ന് ആദ്യമായി ആ സമ്പത്ത് വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ചു ചോദിച്ചു, ജനങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരാമെന്ന് വഫാത്തിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് തന്നിട്ട് കിട്ടാത്തതുണ്ടോ? ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടാണ്ട്. എത്ര തരുന്നാ പറഞ്ഞ്? എനിക്ക് ഇത്ര ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തരുന്നാ പറഞ്ഞ്. രണ്ട് കോരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. ഇനി സ്വത്ത് വന്നാൽ ബൈത്തുൽ മാലിലേക്ക്, പൊതു ഖജനാവിലേക്ക് സ്വത്ത് വന്നാൽ നിങ്ങൾക്ക് ഇത്രയും തരുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? നിങ്ങളെ കൈ കൊണ്ട് ഈ സമ്പത്തിൽ നിന്ന് വാരിയെടുക്കൂന്ന് പറഞ്ഞു. ഒരു കോരി ഇങ്ങനെ വാരിയെടുത്ത് അത് എണ്ണാൻ പറഞ്ഞു. എണ്ണിയപ്പോ 500 ദിർഹം. അതിലേക്ക് ഒരു 500 കൂടി കൂട്ടിക്കൊടുത്തു, 1000 ദിർഹം. അവിടുത്തെ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെടാതെ പോയിട്ടില്ല. വഫാത്തിന് മുമ്പ് ജാബിർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞതാണ്, ഇനി സമ്പത്ത് വരട്ടെ നിങ്ങൾക്ക് തരുന്നു. വഫാത്തിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ ദീർഘിക്കാതെ ബഹ്റൈനിൽ നിന്നാണ് ആദ്യം സ്വത്ത് വന്നത്. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അഹദ് അത് പൂർത്തീകരിക്കപ്പെട്ടു. ആ വാക്ക് അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്, സത്യം ചെയ്ത് പറയുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ കട്ടിയിലും കനത്തിലും ഓർക്കണം. അതൊക്കെ ഈ പറഞ്ഞ വിഷയത്തിൽപ്പെട്ടതാണ്. അല്ലദീന യൂഫൂന ബിഅഹദില്ലാ, വല്ലാഹി പറഞ്ഞിട്ടും ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടും മാഷാ അല്ലാഹ് പറഞ്ഞിട്ടും തീർപ്പാക്കുന്ന വിഷയങ്ങൾ അതങ്ങനെ തന്നെ പൂർത്തീകരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ നമുക്കുണ്ടാകും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു വലിയ ചരിത്രം കാണാം സ്വഹീഹുൽ ബുഖാരിയിൽ. ഒരു സഹോദരൻ ഒരു പ്രദേശത്ത് നിന്ന് കപ്പൽ കയറി മറ്റൊരു പ്രദേശത്തെത്തി തന്റെ കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടി പോയി. കുറെ ദീനാർ ആവശ്യമുണ്ട്. കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ കടം തരണം, ഇപ്പൊ അർജന്റ് ആവശ്യമുള്ളത് കൊണ്ടാണ്. കടം വാങ്ങാൻ വേണ്ടി വന്നാൽ കടം കൊടുത്തോളൂ, തിരിച്ചു തരുന്ന ഉറപ്പുള്ള ആൾക്കാരാണെങ്കിൽ നല്ലോണം കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത ആളുകളാണെങ്കിലും ഉള്ള ആളുകളാണെങ്കിലും ഒക്കെ സാക്ഷി നിർത്തിയിട്ട് നമ്മളെ ഭാഗം ക്ലിയർ ആക്കുകയാണ് നല്ലത്. ഇസ്ലാമിക ദൃഷ്ട്യാവുള്ള സാക്ഷികളെയും എഴുത്തും ഒപ്പും ഒക്കെ നല്ലതാണ്. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ, ഒരു പേജ് നിറയാണ് ആയത്തുള്ളത്. സൂറത്തുൽ ബഖറയുടെ അവസാനം ഒരൊറ്റ പേജിൽ ഒരു ആയത്ത് ഖുർആനുള്ളത് ആയത്തുദ്ദൈനാണ്. കടത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പഠിപ്പിക്കുന്ന നിയമങ്ങളാണ് അതിൽ പുരുഷന്മാരെ സാക്ഷി കിട്ടൂലെങ്കിൽ സ്ത്രീകളെ സാക്ഷി നിർത്തണം എന്നുകൂടി അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇതൊരു ചെറിയ സംഭവമല്ല. നിഷേധിച്ചു കഴിഞ്ഞാൽ തെളിവൊന്നുമില്ലെങ്കിൽ കൊടുക്കണമെന്ന് ഇസ്ലാമിക കോർട്ട് പറയൂല, കോടതി പറയൂല. നമ്മുടെ നാട്ടിലെ കോടതിയും അങ്ങനെ തന്നെയല്ലേ? ആള് കൊടുത്തതിനും മറ്റേ ആള് വാങ്ങിയതിനും തെളിവൊന്നുമില്ലെങ്കിൽ എന്ത് പറയാനാ? കോടതിയിലേക്ക് എന്ത് കാണിക്കാനാണ്? അതുകൊണ്ടാണ് ഇത് എഴുതാനും സാക്ഷിക്ക് ആളെ നിർത്താനും ഒക്കെ അല്ലാഹു തആല നിർദ്ദേശിച്ചത്. തരാത്ത ആളിൽ നിന്ന് അത് വാങ്ങാനുള്ള എളുപ്പമാർഗം സ്വീകരിക്കാനാണ്. വിശ്വസിക്കുന്ന ആളുകൾക്ക് തരുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. കടം കൊടുക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. ആ വാങ്ങിയ കടം വീട്ടുന്നതിന് അതും വലിയ മഹത്വമുണ്ട്. കൊടുക്കുന്നതിന് മാത്രമല്ല, വാങ്ങിയത് യഥാസമയത്ത് വീട്ടുന്നതിന്. കടമുള്ള കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടാനുള്ള മാർഗങ്ങളൊക്കെ തുറന്നു തരട്ടെ. കടക്കാരുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടി കൊടുക്കട്ടെ. നിങ്ങൾ നോക്ക്, ഈ സഹോദരൻ, ഈ സുഹൃത്ത് എന്നിട്ട് മറ്റേ ആളോട് പറഞ്ഞു, കപ്പൽ കയറി വേറെ സ്ഥലത്തെത്തിയിട്ടാണ്, നിങ്ങൾ എനിക്ക് കുറച്ച് ദീനാർ കടം തരണം. അപ്പൊ കടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് പറഞ്ഞു, ആരാ സാക്ഷി എന്ന് വെച്ചു. വാങ്ങാൻ വേണ്ടി വന്ന ആള് പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹു മാത്രമേ സാക്ഷിയുള്ളൂ, ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല. നിന്നെ വിശ്വസിച്ച് വന്നതാണ്, എനിക്കൊരു സാക്ഷി അല്ലാഹു മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നില്ലെങ്കിൽ തരാൻ മറ്റൊരു കഫീല് വേണ്ടേ? കഫാ ബില്ലാഹി കഫീലാ, കഫീലായി നിർത്താൻ എനിക്ക് അല്ലാഹുവിനെ മാത്രമേ ഉള്ളൂ.
നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് കടം തരണം. ചോദിച്ചത്രയും ദീനാറ് കൊടുത്തു, അവധിയും നിശ്ചയിച്ചു. കടം വാങ്ങിയ സഹോദരൻ നാട്ടിലേക്ക് വന്നു. തിരിച്ചു വീട്ടാനുള്ള സമയമായപ്പോൾ ദീനാറൊക്കെ കയ്യിൽ പിടിച്ച് കപ്പൽ കയറാൻ വേണ്ടി പോയി നോക്കുമ്പോ കപ്പലങ്ങ് പോയി. കപ്പൽ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, കൊടുക്കാനുള്ള വ്യക്തി ബേജാറായി പോയി. ഈ കപ്പൽ ഇന്ന് യാത്ര ചെയ്ത് നാളെയാകുമ്പോ ആ സ്ഥലത്തെത്തും. നാളെയാണ് കൊടുക്കേണ്ട അവധി. പക്ഷേ നാളെ ഞാൻ അവിടെ എത്താൻ എനിക്ക് നീന്തി പോകാൻ കഴിയില്ലല്ലോ. പോകാനുള്ള വാഹനമാകുന്ന കപ്പൽ നീങ്ങിപ്പോയില്ലേ? അല്ലാഹു തആലാനെ കഫീലാക്കി, അല്ലാഹു തആലാനെ ഷഹീദാക്കി, സാക്ഷിയാക്കി. അങ്ങനെയാണല്ലോ ഞാൻ കടം വാങ്ങിയത്. എന്റെ സുഹൃത്ത് ഈ കപ്പൽ അവിടെ എത്തുമ്പോൾ കറക്റ്റ് സമയം അവിടെ വന്നു നിൽക്കുമല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അദ്ദേഹത്തിന് തോന്നി, ഒരു കാര്യം ചെയ്യാം. അല്ലാഹു തആലാനെ മുൻനിർത്തിയല്ലേ ഞാനിത് വാങ്ങിയത്. റബ്ബ് തആലയെ മുൻനിർത്തി തന്നെ ഇതങ്ങ് അയക്കാം. ഒരു മരക്കഷ്ണമെടുത്തു, അതിന് നല്ല ഒരു പൊത്തുണ്ടാക്കി. ആ പൊത്തിന്റെ ഉള്ളിൽ ഈ ദീനാറ് വെള്ളം ചേരാത്ത രൂപത്തിൽ അടച്ചു വെച്ചു. കൂട്ടത്തിൽ ഒരു കത്തും അതിന്റെ ഉള്ളിലെഴുതി. എന്നിട്ടതാ കടൽക്കരയിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, സാക്ഷി ചോദിച്ചപ്പോൾ നിന്നെ സാക്ഷിയാക്കി പറഞ്ഞു. കഫീല് ആരാണെന്ന് ചോദിച്ചപ്പോൾ നിന്നെ കഫീലാക്കി പറഞ്ഞു. എനിക്ക് പോകേണ്ട വാഹനം പോയി. അതുകൊണ്ട് ഞാൻ നിന്നെ മുൻനിർത്തിയിട്ടല്ലേ വാങ്ങിയത്. നിന്നോട് പറയുന്നു, യഥാ സമയത്ത് ഈ പണം ആ വ്യക്തിയുടെ കയ്യിൽ നീ എത്തിക്കണം എന്നും പറഞ്ഞ് ബിസ്മീൻ ചൊല്ലിയ മരക്കഷ്ണം, ദീനാറുകൾ അടക്കം ചെയ്ത മരക്കഷ്ണം കടലിലേക്ക് അങ്ങ് എറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതങ്ങനെ പോകുമ്പോ ഇദ്ദേഹം നോക്കി നിന്നു. തിരമാലകൾ അതങ്ങനെ തള്ളി മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. മറയും വരെ നോക്കി നിന്ന് തിരിച്ചു വീട്ടിലേക്ക് നടന്നു. മറ്റേ സഹോദരൻ കപ്പൽ നാട്ടിലെത്തി എന്നുള്ള സന്തോഷം കൊണ്ട് കടൽക്കരയിലേക്ക് വന്നു. നാട്ടുകാര് പലരും കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്നു. കടം വാങ്ങിയ കൂട്ടുകാരനില്ല. അദ്ദേഹം എന്നെ പറ്റിക്കൂലല്ലോ, എന്നെ ചതിക്കൂലല്ലോ. അള്ളാഹുവിനെ സാക്ഷിയാക്കി കഫീലാക്കിയല്ലേ എന്നിൽ നിന്ന് കടം വാങ്ങിയത്. എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്ത് പറ്റിയിട്ടുണ്ടാകും. വരാത്ത ആളല്ല. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് കരുതി എല്ലാ യാത്രക്കാരും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇദ്ദേഹം അങ്ങനെ നടന്നു പോകുന്നു. കടൽക്കരയിലൂടെ അങ്ങനെ നടക്കുമ്പോ തിരമാലകൾ ഓളം തള്ളി നീക്കി വന്ന മരക്കഷ്ണം ഒരൊറ്റ തിരയിൽ ഇദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗത്ത് വന്നങ്ങ് അടിഞ്ഞുപോയി. ഏതായാലും കടം കൊടുത്തൊന്നും കിട്ടിയില്ല. എന്നാ പിന്നെ വീട്ടുകാർക്ക് അടുപ്പിൽ വെക്കാൻ ഒരു വിറകായിക്കോട്ടെ എന്ന് കരുതി ആ മരക്കഷ്ണം എടുത്തങ്ങ് നടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സാക്ഷിയാക്കി കഫീലാക്കി നല്ല ഉറപ്പോടെ കരുത്തോടെ നിശ്ചയത്തോടെ വാങ്ങിയ ആ കടമുണ്ടല്ലോ, കിട്ടേണ്ട സമയത്ത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കടം കിട്ടാനുള്ള ആളുടെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചു. കപ്പലെത്തി കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴേക്ക് തന്നെ ഈ മരക്കഷ്ണത്തെയും അല്ലാഹുവിടെ എത്തിച്ചില്ലേ. തിരമാലകൾ തള്ളി നീക്കിയിട്ട് ഒരൊറ്റ മത്സ്യവും കടിച്ച് താഴോട്ട് കൊണ്ടുപോകാതെ, അതേ വേറെ ഏതെങ്കിലും ആളുകൾ നീന്തി വന്ന് എടുക്കാതെ, വേറെ ഏതെങ്കിലും ഉപകരണങ്ങളിലൂടെ പോകുന്ന ആളുകൾ അതൊന്നും എടുത്തു നോക്കാതെ ഇത്രയും സമയം മുഴുവനും അത് നീക്കി യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളെ കയ്യിൽ തന്നെ അല്ലാഹു ഏൽപ്പിച്ചുപോയി. മരം എടുത്ത ആ സഹോദരന് തോന്നിയില്ല ഇതില് ദീനാറുണ്ടോന്ന് അറിയില്ലല്ലോ, അടുപ്പിൽ വെക്കാനുള്ള ഒരു വർഗ്ഗെങ്കിലും കിട്ടിയെന്നുള്ളവർക്ക് അത് എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് നടന്നു. അതങ്ങനെ വീട്ടുകാരെ ഏൽപ്പിച്ചു. നിങ്ങൾ കടം വാങ്ങിയ ആള് വന്നില്ലേ? ഇല്ല, ഈ കപ്പലിൽ വന്നില്ല. ഈ കപ്പലിൽ വരേണ്ടതാണ്, ഇന്നാണല്ലോ ഡേറ്റ്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും, വരാത്ത ആളെന്നല്ല, ചതിക്കുന്ന ആളൊന്നും അല്ല. എന്തെങ്കിലും പറ്റി ചിലപ്പോ രോഗിയായിട്ടുണ്ടെങ്കിലൊക്കെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ആ സഹോദരി ആ മരക്കഷ്ണം അങ്ങനെ മുറിച്ചു അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി. മുറിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ദീനാറുകൾ പുറത്തേക്ക് ചാടി, കൂടെ ആ ലെറ്ററുമുണ്ട്. അപ്പൊ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ ഇതിലൊരു കത്തുണ്ട്, കുറച്ച് ദീനാറുണ്ട്. അതെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇതെന്റെ കൂട്ടുകാരൻ അയച്ചതാണല്ലോ. ദീനാർ എണ്ണി നോക്കിയപ്പോൾ കൊടുത്ത ദീനാർ അങ്ങനെ തന്നെ അതിലുണ്ട്. അത്രയും കറക്റ്റിൽ ഒരൊറ്റ ദീനാറും വീണു പോയിട്ടില്ല, മുഴുവനും കയ്യിൽ കിട്ടി.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അദ്ദേഹം എന്നെ പറ്റിക്കൂല, ഞാൻ അള്ളാഹുവിനെ ഷാഹിദാക്കി, അള്ളാഹുവിനെ കഫീലാക്കിയിട്ടാണ് എന്നിൽ നിന്ന് വാങ്ങിയത്, ഒരിക്കലും എന്നെ പറ്റിക്കൂല. കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തി. കടലിലൂടെ മരക്കഷ്ണം വിട്ട ആ മനുഷ്യൻ, മഹാമനുഷ്യൻ, അദ്ദേഹം ചിന്തിക്കുന്നു, പടച്ചോനെ ആ മരക്കഷ്ണം വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലോ, എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ അത് കിട്ടിയെന്ന് എനിക്ക് ബോധ്യമാകണ്ടേ, അറിവാകണ്ടേ. ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അദ്ദേഹം അടുത്ത വാഹനത്തിൽ കയറി, അതേപോലത്തെ ദീനാറുകളും കയ്യിൽ സൂക്ഷിച്ച് കയറി. കപ്പലിറങ്ങി, അവിടെ ആരെയും കാണുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ എത്തിയിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ കടൽക്കരയിലേക്ക് വന്നപ്പോഴേക്ക് കപ്പല് പോയതുകൊണ്ട് നിങ്ങൾക്കുള്ള പണമൊന്നും തരാൻ കഴിഞ്ഞിട്ടില്ല. മരക്കഷ്ണം ഇവിടെ എത്തിയോന്ന് ചോദിക്കാൻ ഒരു പേടിയുണ്ട്. മരക്കഷ്ണം കടലിലൂടെ അല്ലേ വിട്ടത്, പക്ഷെ അള്ളാഹുവിനെ സാക്ഷിയാക്കി കഫീലാക്കിയാണ് വിട്ടത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനു പേടിക്കണം, നിങ്ങൾ എനിക്ക് തരാനുള്ള അതേ സമയം ഒരു സെക്കൻഡ് പോലും തെറ്റാതെ, ദിവസം മാറാതെ നിങ്ങൾ അയച്ച മരക്കഷ്ണം എന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാൻ അതറിയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള ദീനാറുകളും സൂക്ഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നല്ല ഉറപ്പോടെ നമ്മളൊരു കാര്യത്തിന് നീങ്ങിയാൽ അള്ളാഹു തആല ഖായിബാക്കൂല, അത് പൂർത്തീകരിച്ചു തരും. പക്ഷെ നമ്മൾ ആ ഏറ്റെടുക്കുന്ന വിഷയം കൃത്യമായി പൂർത്തിയാക്കണം. അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുലൂനൽ മീസാഖ്. ആ കരാർ പൊളിക്കരുത്. പൊളിക്കുന്നവരല്ല വിശ്വാസികൾ. ഒരിക്കലും കരാർ അവർ പൊളിക്കൂല. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാർ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഹുദൈബിയയിൽ സുഹൈൽ ഇബ്നു അംറുമായി കരാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുഹൈൽ ഇബ്നു അംറിന്റെ മകനായ അബൂജന്തല് അതേ ചെങ്ങലയിൽ ബന്ധിതനായി മുശ്രിക്കുകളോടൊപ്പം ഒരു മർദ്ദിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഹുദൈബിയയിലെത്തുന്നു. കരാർ എഴുതി പൂർത്തീകരിച്ചിട്ടില്ല. ആ കരാറിന്റെ തുടക്കത്തിൽ എഴുതിയത് എന്താണ്? മക്കയിൽ നിന്ന് ആര് മുസ്ലിമായി മദീനയിലേക്ക് വന്നാലും തിരിച്ച് അങ്ങോട്ട് തന്നെ അയക്കണം. മദീനയിൽ നിന്ന് ആര് മക്കയിലേക്ക് വന്നാലും തിരിച്ചിങ്ങോട്ട് വിടൂല. ആ കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ മുമ്പ്, നിയമങ്ങളൊക്കെ എഴുതി കഴിയുന്നതിന്റെ മുമ്പ് അബൂജന്തൽ വന്നു. അത് സുഹൈൽ ഇബ്നു അംറിന്റെ പുത്രനാണ്. സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, കണ്ടില്ലേ, ഇത് ആദ്യത്തെ വിഷയം ഇതാണ്. അതാ വന്നിരിക്കുന്നു. എഴുതിയ കരാർ മാറ്റാൻ പറ്റുമോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂജന്തലേ, നിങ്ങൾ മൂമിനായിട്ടാണ് വന്നത്, ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് കരാർ പൊളിക്കാൻ പറ്റൂല. നിങ്ങൾ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകണം. അള്ളാഹുവിന്റെ റസൂലേ, എന്നെ മർദ്ദിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ തന്നെ തിരിച്ചയക്കുകയാണോ? അത് തന്നെയാണ് അബൂജന്തലേ, എഴുതിയ കരാർ മാറ്റാൻ പറ്റൂല. നിങ്ങൾ ജീവിതം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഈ കരാറുകളൊക്കെ ഈ രൂപത്തിൽ പൂർത്തീകരിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇതിന് തിരുത്തൽ വരികയോ ഇതിനപ്പുറം ഒരു ഫത്ഹ് അല്ലാഹു നൽകുകയോ ചെയ്യുമ്പോ കാണാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നേർക്ക് നേരെ കാണാം, അല്ലെങ്കിൽ ആഖിറത്തിൽ വെച്ച് കാണാം. നിങ്ങൾ തിരിച്ചു പോകണം. അവരുടെ കൂടെ തിരിച്ചു വിടുകയാണ്. ഷഹാദത്ത് കലിമ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചു വരുമ്പോ കൂടെയുള്ളത് മുഴുവനും മർദ്ദിക്കുന്ന വിഭാഗമാണ്. മർദ്ദനം ഏറ്റുകൊണ്ടാണ് ആ സ്വഹാബി വരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലെ നിലപാട് എഴുതിയ കരാറിൽ നിന്ന് ഒരു ഇഞ്ച് മാറൂല. വലാ യൻഖുലൂനൽ മീസാഖ്. ബുദ്ധിമാന്മാരായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അവരെ വാക്കിന് വലിയ വിലയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റി പറയൂല. ഒരു കരാർ ചെയ്താൽ ആ കരാർ തിരുത്തൂല. അതങ്ങനെ തന്നെ പാലിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനോടുള്ള അഹദ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ശരീരത്തിൽ 8 അവയവങ്ങൾ അല്ലാഹു തആല തന്നു. ആ 8 അവയവങ്ങൾക്കും അഹദുണ്ട്, ഡ്യൂട്ടികളുണ്ട്. അത് ഓരോന്നും ഓരോ സമയത്തും പൂർത്തീകരിക്കപ്പെടണം. സംഭാവന വക്കറ്റ് വരുന്നുണ്ട്. അത് അതിലുള്ള ഒരു പതിവായ സുന്നത്താണല്ലോ. അതുകൊണ്ട് അങ്ങനല്ലേ
സംസാരിക്കുമ്പോ ഇല്ലാമൻ അമറ ബി സ്വദഖത്തിനോ മഅറൂഫിനോ ഇസ്ലാഹിൻ ബൈനന്നാസ്, ആദ്യം തന്നെ സ്വതക്കയാണ് എടുത്ത് പറഞ്ഞത്, പിന്നെയാണ് മറ്റു രണ്ട് കാര്യങ്ങളും പറഞ്ഞത്. അതുകൊണ്ട് സ്വതക്കക്ക് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാവരും സംഭാവന കൊടുക്കണം, സഹോദരിമാരും സഹോദരങ്ങളൊക്കെ കൊടുക്കണം. നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നു, നമ്മുടെ ഓരോ അവയവങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ബാധ്യതകൾ വെച്ചിട്ടുണ്ട്. 8 അവയവങ്ങളാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ആ അവയവങ്ങളിൽ കണ്ണ്, കാത്, നാവ്, കൈ, അതുപോലെ തന്നെ നമ്മുടെ വയറ്, അതേപോലെ തന്നെ സ്വകാര്യ അവയവം കാല്, ഖൽബ്, ഈ 8 എണ്ണത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് കീർത്തനകൾ നൽകിയിട്ടുണ്ട്. അതാ രൂപത്തിൽ തന്നെ പാലിക്കപ്പെടുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അഹദ് പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കുന്നവരും നിറവേറ്റുന്നവരുമായി. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച നിയമങ്ങളിൽ, നമ്മളോട് വെച്ച കീർത്തനകളിൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്തുതിക്കപ്പെടുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ ഈ അവയവങ്ങളെ കൊണ്ട് നിർവഹിക്കണം. അതേ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ച ശപിച്ച കുറെ വിഷയങ്ങളുണ്ട്. അതൊരിക്കലും ഈ അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കരുത്. അതിന് ഖുർആൻ മുഫസ്സിറുകൾ ഉദാഹരണം പറയുന്നത് കലർബി നഫ്സിക ബിസിക്കീനിൻ ലിതഖ്തുലഹാ, നിന്റെ കയ്യിൽ ഒരു കത്തി എടുത്തിട്ട് സ്വന്തം ശരീരത്തെ കൊന്നുകളയുന്ന സ്വഭാവം, ആത്മഹത്യ ചെയ്യുക അള്ളാഹു നിഷേധിച്ച വിഷയമാണ്, അള്ളാഹു ആക്ഷേപിച്ച കാര്യമാണ്, നമ്മളോട് വിലക്കിയ കാര്യമാണ്. വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. എന്ത് സങ്കടങ്ങൾ വന്നാലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. അള്ളാഹു നിങ്ങളെ കൊണ്ട് റഹ്മത്ത് ചെയ്യുന്നവനാണ്, വലിയ അനുഗ്രഹം ചൊരിയുന്നവനാണ്. ആ അനുഗ്രഹത്തിന് വേണ്ടി ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തു കഴിയണം. പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് വരുന്ന സങ്കടങ്ങൾക്ക് നമ്മുടെ മാനവും ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ആത്മാഹുതി ചെയ്യരുത്. അതാ അവയവങ്ങളെ കൊണ്ട് പറ്റാത്ത വിഷയമാണ്. അതേ രൂപത്തിൽ തന്നെ ആക്ഷേപങ്ങൾ വരുത്തുന്ന വിഷയങ്ങളൊന്നും ചെയ്യരുത്. സൂക്ഷിക്കേണ്ട വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം. ഈ 8 അവയവങ്ങൾക്കും അല്ലാഹു തആല ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട്. കണ്ണിന് ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട്, കാതിന് ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട്, നാവിന് ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട്, കയ്യിന് ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബത്തുന് ഏൽപ്പിച്ച, പള്ളക്ക് വയറിന് ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട്. സ്വകാര്യ അവയവത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ട്, ഖൽബിന് ഏൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ട്. ഇതെല്ലാം നിർവഹിക്കുന്ന ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള അഹദ്, ബാധ്യത, കരാർ പൂർത്തീകരിച്ച് വീട്ടുന്നവരാണ്. അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്, കരാർ പൊളിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. നോക്കരുത് എന്ന് പറയുമ്പോ പിന്നെ നോക്കൂല, പറയരുത് എന്ന് പറയുമ്പോ പിന്നെ പറയൂല. അപ്പോഴാണ് സഹോദരങ്ങളെ വിജയം ലഭിക്കുക. ചെയ്യരുത് എന്ന് പറയുന്ന വിഷയം പിന്നെ തീരെ ചെയ്യാതിരിക്കുമ്പോ സമ്മർദ്ദങ്ങൾ പലതും വരും. പക്ഷേ ചെയ്യുകയില്ല എന്ന് ഉറച്ച് തീരുമാനിക്കുമ്പോ വലിയ വിജയം കിട്ടും. നേരത്തെ ശീലമുള്ള ദുസ്വഭാവങ്ങളാണെങ്കിലും മാറ്റാൻ തീരുമാനിച്ചു, അതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു, വിജയം കിട്ടും. അങ്ങനെയാണല്ലോ ദുസ്വഭാവങ്ങളുടെ മുറകൾ ഒരുപാട് സ്വീകരിച്ചൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ പറ്റൂല 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 എന്ന് പറയും. പക്ഷെ അതിലധികവും എൻ്റെ സ്വഭാവത്തിലുണ്ട്, എൻ്റെ സംസ്കാരത്തിലുണ്ട്. മോഷണം ഞാൻ നടത്താറുണ്ട്, വേശ്യാവൃത്തി ചെയ്യാറുണ്ട്, മദ്യപിക്കാറുണ്ട്, കളവ് നടത്താറുണ്ട്, കളവ് പറയാറുണ്ട്, തക്കം കിട്ടുകയാണെങ്കിൽ കൊലപാതകങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ പലതുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ഞാൻ അങ്ങനെ സ്വീകരിച്ച് വിട്ടൊഴിവാക്കാൻ കഴിയാത്ത രൂപത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വരണം എന്ന് എന്നോട് പറയരുത്. ഏതെങ്കിലും ഒന്നും ഒഴിവാക്കിയിട്ട് എന്നോട് വരാൻ പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എങ്കിൽ ശരി, അങ്ങനെ ആകട്ടെ. ഞാൻ നിങ്ങളോട് ഒന്നും ഒഴിവാക്കാൻ പറയാം, നിങ്ങൾ കളവ് പറയരുത്.
കളവൊരിക്കലും പറയരുത്. ആ ഒരു നിർബന്ധം നിങ്ങൾ സ്വീകരിക്കാൻ റെഡിയുണ്ടോ? റെഡിയാണ്. ഒരു കളവും ഞാൻ പറയൂല. ഇതുവരെ കളവൊക്കെ പറഞ്ഞ് ശീലിച്ച് പതിവാക്കി, അത് തന്നെയാണ് പതിവ്. മറ്റുള്ളതും പതിവാണ്. ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങളോട് ഞാൻ എടുക്കുന്ന ഒരു കരാർ ഒന്ന് മാത്രമേ ഉള്ളൂ, കളവ് നിങ്ങൾ പറയരുത്. ഉറപ്പല്ലേ? ഉറപ്പ്. അങ്ങനെ ഇസ്ലാമിനെ പറ്റി പഠിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി നേരെ പിറ്റത്തെ ദിവസം തന്നെ മദ്യപാനികളായ കൂട്ടുകാർ വന്നു. അവര് വിളിച്ചു, നിങ്ങൾ വരുന്നുണ്ടാ? ഇന്ന് നല്ല എ ക്ലാസ് സാധനമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം മുമ്പൊന്നും കുടിച്ച പോലല്ല, ഒറിജിനാലിറ്റിയാണ്. നിങ്ങൾ വരുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ച് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ വരാത്തത്? ഞാൻ നിങ്ങളെ കൂടെ വന്ന് മദ്യപാനം നിർവഹിച്ചാൽ എപ്പോഴെങ്കിലും ഒന്ന് മദീനയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം എനിക്ക് പോകേണ്ടി വരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തും. തങ്ങൾ ചോദിക്കും, മദ്യപിച്ചോ? എന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കളവാണ്. അപ്പൊ ഞാൻ കൊടുത്ത കരാറിനെതിരാവും. മദ്യപിച്ചു എന്ന് ഞാൻ പറഞ്ഞാലോ എനിക്കവിടുന്ന് നല്ല ശിക്ഷ കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്റെ മാനവും പോകും. മാനക്കേട് സംഭവിക്കും, എനിക്ക് അപമാനം വരും. അതുകൊണ്ട് ഞാൻ ആ പണിക്കില്ല. പിന്നെ നേരെ പിറ്റേന്ന് കക്കാൻ കൂടെ നിന്ന് സഹായിക്കുന്ന തസ്കരന്മാര് വന്നു. കളവ് നടത്താൻ വരുന്നുണ്ടോ? ഇതുവരെ നമ്മൾ കേറാത്തൊരു പുതിയ വീടുണ്ട്, അവിടെ കേറാം. അവരോടും ഇതേ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലാന്ന്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലെത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളെ ഏറ്റവും വലിയ തലവനെയാണല്ലോ പിടിച്ചു കെട്ടിയത്. ഏറ്റവും ഒന്നാം നമ്പർ തലവനെയാണല്ലോ തങ്ങൾ പിടിച്ചു കെട്ടിയത്. ഈ അനാവശ്യങ്ങളുടെ മുഴുവനും തലവനാണ് കളവ്. ആ കളവിനെ തങ്ങൾ നിർത്തലാക്കിയപ്പോൾ സർവ തിന്മകളോടും ഞാൻ രാജിവെക്കേണ്ടി വന്നു. എന്നിലുള്ള മദ്യപാനശീലം അത് അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ മോഷണം നടത്തുന്ന ശീലവും ഞാൻ അവസാനിപ്പിച്ചു. വേശ്യാവൃത്തിയും ഞാൻ അവസാനിപ്പിച്ചു. മറ്റുള്ള ആളുകളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചു. കവർച്ച നടത്തുന്നത് അവസാനിപ്പിച്ചു. എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പോൾ ഞാൻ വളരെ വൃത്തിയുള്ള ആളായി മാറി. അങ്ങനെ തന്നെയല്ലേ തങ്ങളും നമ്മെ പഠിപ്പിച്ചത്, ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. നാവിന്റെ ധർമ്മമാകേണ്ട സ്വിദുക്ക് മാറിയിട്ട് അവിടെ കളവ് പതുക്കെ കയറിക്കൂടിയാൽ അനാവശ്യങ്ങൾ ഓരോന്നായി ഇഷ്ടം തോന്നും. നല്ലതായി നമ്മൾ ചിത്രീകരിക്കും. അതിനൊന്നും കുഴപ്പമില്ലാന്ന് മനസ്സിൽ തോന്നിപ്പോകും. പിന്നെ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗങ്ങളായി മാറും. ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയന്ത്രിക്കാൻ ആ സ്വഹാബിയോട് പറഞ്ഞത്. ആ ഒന്ന് നിയന്ത്രിച്ചപ്പോൾ തന്നെ വലിയ വിജയം കിട്ടി. അതേപോലെ തന്നെ വിജയം കിട്ടിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. ഒരു സത്യത്തിന്റെ വിഷയത്തിൽ അടിയുറച്ചു നിന്നു. അതിന് മാറ്റം വരുത്താതെ എന്ത് പ്രതികരണങ്ങളും എന്ത് വിഷമങ്ങളും സഹിക്കാൻ തീരുമാനിച്ചു. കൊട്ടാരത്തിലേക്ക് രാജാവ് ക്ഷണിച്ചു, നിങ്ങൾ ഇവിടെ വന്നിട്ട് സാമ്പത്തിക വകുപ്പ് ഏറ്റെടുക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വരുന്നതിന്റെ മുമ്പ് അവിടെയുള്ള സഹോദരിമാരോടൊന്ന് ചോദിക്കണം. ആ കൊട്ടാരത്തിലുള്ള മുഴുവൻ സഹോദരിമാരോടൊന്ന് ചോദിക്കണം, അവരെന്നെ കണ്ട സമയത്ത് എന്തായിരുന്നു എന്റെ നിലപാട്. രാജാവ് ചോദിച്ചു, മാ ഖത്ബുകുന്ന ഫീ യൂസുഫ ഇദ് റാവത്തുന്ന അൻ നഫ്സിഹി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? നിങ്ങളെല്ലാവരും ആ മഹാനുഭാവന്റെ ശരീരം ആഗ്രഹിച്ചപ്പോൾ, കൊതിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇന്നഹു ലമിനസ് സ്വാദിഖീൻ. ഞങ്ങളിലേക്ക് ചെറിയൊരു ചാഞ്ചല്യം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. പൂർണ്ണാർത്ഥത്തിൽ സ്വിദ്ഖ്, സത്യം മാത്രം ഉൾക്കൊണ്ട് സ്വീകരിച്ച മഹാന്മാരിൽപ്പെട്ട ആളായിരുന്നു. ഇതറിയാനും ഇത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാനുമാണ്. വിളിച്ചപ്പോഴേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ, തക്കം കിട്ടിയല്ലോ, മോചനം കിട്ടിയല്ലോ, ഇറങ്ങിപ്പോകാതെ അവരെല്ലാവരും അറിയണം സത്യത്തിന്റെ വില എന്താണ്. സ്വിദ്ഖ് കൊണ്ട് കിട്ടുന്ന നേട്ടം
എന്താണ്? ആ സിദ്ഖിൽ തന്നെ അടിയുറച്ചു നിന്നപ്പോൾ പിന്നെ ആ നാട്ടിൽ നേരത്തെ സലീഹ ബീവിയെയും മറ്റുമൊക്കെ ശല്യം ചെയ്ത ആളുകളെ അടക്കം അടക്കി ഭരിക്കുന്ന ഭരണാധികാരം റബ്ബ് സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല തന്ന അവയവങ്ങൾക്ക് അല്ലാഹു തആല കൽപ്പിച്ച പരിമിതപ്പെടുത്തിയ ബാധ്യതകളുണ്ട്. അതാണ് അതുകൊണ്ട് നിർവഹിക്കേണ്ടത്. നമ്മൾ എന്നും ഓതാറില്ലേ സൂറത്തുൽ മുൽക്ക്? അതിൽ അല്ലാഹു തആല അത് പറയുന്നുണ്ട്, ആ ബാധ്യത നിർവഹിക്കുന്നില്ല എന്ന്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. നിങ്ങൾക്ക് അല്ലാഹു തആല കേൾവിയും കാഴ്ചയും ചിന്തിക്കാനുള്ള മനസ്സും ഒക്കെ തന്നു. നമ്മളോട് അല്ലാഹു പറയാണ്, പക്ഷേ ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത് ശുക്റാണ്, അത് വളരെ കുറവാണ്. കുറച്ച് നല്ല അല്ലാഹു പറഞ്ഞത്, ഖലീലമ്മ വളരെ കുറവാണ്. ഖലീലെന്ന് പറഞ്ഞാൽ കുറവ്, ഖലീലമ്മ എന്ന് പറഞ്ഞാൽ ഒറ്റക്കുറവാണ്. ഒറ്റക്കുറവ് എന്ന് പറഞ്ഞാൽ 1000-ൽ 1 ഉണ്ടോ സംശയമാണ്. ആ നന്ദിബോധം 1000-ൽ ഒരാൾക്കുണ്ടോ സംശയമാണ്. അത്രയും കുറവാണ്. ഖലീലമ്മ തഷ്കുറൂൻ. എന്താണ് ആ ശുക്ർ? കണ്ണുകൊണ്ട് നിർവഹിക്കേണ്ട ഇബാദത്തിലേക്ക് മാത്രം കണ്ണ് പരിമിതപ്പെടുത്തുക. നാവ് കൊണ്ട് നിർവഹിക്കേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം നാവിനെ പരിമിതപ്പെടുത്തുക. കൈ കൊണ്ട് ഉപയോഗിക്കേണ്ട വിഷയങ്ങളിലേക്ക് മാത്രം കൈയിനെ പരിമിതപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പറ്റാത്തൊരു മെസ്സേജ് എഴുതരുത്. നാവ് കൊണ്ട് പറ്റാത്ത ഒരു വോയിസ് മെസ്സേജും ആരിലേക്കും അയക്കരുത്. എത്ര പെട്ടെന്നാണ് മെസ്സേജുകൾ കൈമാറുന്നത്. കൈകൊണ്ട് എഴുതിയിട്ടും നാവ് കൊണ്ട് പറഞ്ഞിട്ടോ. എന്നാ അതിന്റെ പെരുപ്പല്ലേ. നമ്മൾ അറിയാത്തൊരു വിഷയം ലോകത്തേക്ക് മൊത്തം എത്തിക്കുന്നു നമ്മൾ നാവ് കൊണ്ട്, നമ്മളെ കൈ കൊണ്ട്. നാട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപായം, അപകടം വന്നാൽ, മാനഹാനി വരുത്തുന്നൊരു വിഷയം വന്നാൽ, മുസ്ലിങ്ങളോട് ഇസ്ലാമിന്റെ നിർദ്ദേശം അത് പബ്ലിസിറ്റി ചെയ്യാനല്ല, സത്ർ ചെയ്യാനാണ്. അല്ലേ? മറച്ചു വെക്കണം. ഒരാളെ ഒരു വിഷയത്തിൽ പിടിക്കപ്പെട്ടു എന്ന് കൂട്ടിക്കോളും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ, എന്തെങ്കിലും കളവിലോ അല്ലെങ്കിൽ പെൺകേസിലോ അല്ലെങ്കിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരി കേസിൽ എന്തെങ്കിലും പിടിച്ചു കൂട്ടിക്കോളും. നമ്മൾ അവിടെ നിർവഹിക്കേണ്ട ഒരു ഡ്യൂട്ടിയുണ്ട്. എന്താണത്? സത്ർ ചെയ്തുകൊണ്ട് അയാളെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാരോപദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ഒരു വിവരം കിട്ടിയ ഉടനെ തന്നെ 2 തലക്ക് കൈകൊണ്ട് എഴുതിയിട്ടും നാവ് കൊണ്ട് പറഞ്ഞിട്ട് ആ മെസ്സേജ് വിട്ടു. അങ്ങനെ വിദേശത്തുള്ള ആൾക്കാരെ വിളിച്ചു ചോദിക്കാണ്, ഇവിടെയുള്ള ആൾക്കാരോട് ഇങ്ങനെ സംഭവം അവിടെ ഉണ്ടായോ? നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? പത്രത്തിലൊന്നും വന്നിട്ടില്ലല്ലോ. എല്ലാവരും സ്വകാര്യാക്കി വെച്ചാൽ, അല്ല അവിടുന്ന് ഇങ്ങോട്ട് മെസ്സേജ് വന്നു. നമ്മളെ നാട്ടിൽ നിന്ന് മെസ്സേജ് പോയി വിദേശത്തേക്ക്. എല്ലാ ഭാഗത്തും അത് കറങ്ങി. ഒരാളുടെ സ്വകാര്യം ഒരൊറ്റ മിനിറ്റ് കൊണ്ട് GCC രാജ്യങ്ങളിൽ മുഴുവനും അവിടെയുള്ള എല്ലാ ആളുകളിലേക്കും ഇത് ഫോർവേഡ് ചെയ്യപ്പെട്ടു. എല്ലാവരും അതറിഞ്ഞു. ആ രൂപത്തിൽ നമ്മൾ പരത്തി. സത്യത്തിൽ നമ്മൾ ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ലത്. കയ്യിനെ ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ല, നാവിനെ ഏൽപ്പിച്ച ഡ്യൂട്ടിയുമല്ല. സത്ർ ചെയ്യാനാണ് മുഅ്മിനീങ്ങളോടുള്ള കൽപ്പന. സത്റു ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വകാര്യതകൾ മറച്ചു വെക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായം എന്ന് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. ഇത് പറയുമ്പോ നമ്മൾ ആൾക്കാർ പറയാം, അത് ഉസ്താദെ നമ്മളോടല്ല വേറെ കൂട്ടരോടാണ്. വേറെ ആരോടാ? നമ്മളോടാണ് നിർദ്ദേശം. ബാബു സത്രി ഔറാത്തിൽ മുസ്ലിമീൻ. അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് പബ്ലിസിറ്റി ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. ഉപദേശിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പറ്റുന്ന രൂപങ്ങളൊക്കെ അതിന് സ്വീകരിക്കേണ്ടതുണ്ട്. നാവ് കൊണ്ട് ചെയ്യേണ്ട ഉപദേശങ്ങൾ ചെയ്യണം, കൈകൊണ്ട് ചെയ്യേണ്ട ഉപദേശങ്ങൾ ചെയ്യണം. മിണ്ടാതിരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ, ഞാനൊരു ഉദാഹരണം പറയട്ടെ. നാട്ടിലൊരു വീട്ടിൽ നല്ല ദീനീ ബോധമുള്ള ചെറുപ്പക്കാരനാണ്, ഉപ്പയാണ്, ഉമ്മയാണ്. പക്ഷേ ചെറുപ്പക്കാരൻ കുറച്ച് ഫെമിനിസ്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ലൈറ്റസ്റ്റ് ആയതുകൊണ്ട്, ഇങ്ങനെ പറയാപ്പോ നല്ലത്, അല്ലെങ്കിൽ ആളൊരു പുതിയ ഫാൻസിന്റെ ആളായതുകൊണ്ട് ആ വീട്ടിലൊരു പുതിയ രൂപം വരുന്നു. ഇതുവരെ നമ്മളെ നാട്ടിൽ കാണാത്തതാണ്. എന്താണ് ആ പുതിയ രൂപം എന്നറിയോ? കല്യാണത്തിന്റെ തലേന്ന് അർദ്ധനഗ്നകളായ പെൺകുട്ടികളെ കൊണ്ടുവന്ന്
ആൺകുട്ടികളെയും കൊണ്ടുവന്ന് അവിടെ വലിയൊരു കലാമാമാകം സൃഷ്ടിക്കുമ്പോൾ നോക്കി നിൽക്കലല്ല ഉത്തരവാദിത്വം. അങ്ങനെ ഒരു പണി വരുന്നതിന്റെ മുമ്പ് തന്നെ പ്രതിരോധിക്കാനുള്ള കഴിവാണ് നേടിയെടുക്കേണ്ടത്. അത് സ്വകാര്യമായിട്ട് നിർത്തലാക്കിയിട്ട് അതിനു പകരം സുന്നത്തായ നിലക്ക് ബദരീങ്ങളെ മദ്ഹ് അവിടെ ചൊല്ലണം, ബുർഉദ്ദാ വരികൾ ചൊല്ലണം, നല്ല നല്ല മദ്ഹുകൾ അവിടെ നടക്കണം. ബദരീങ്ങളെ മദ്ഹ് കല്യാണത്തിന്റെ അന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിരുന്നതാണ്. റുബയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന് വന്നപ്പോൾ കുട്ടികൾ ബദരീങ്ങളെ പറ്റി പാട്ട് പാടുന്നത് കേട്ട് കട്ടിലിൽ തങ്ങൾ ഇരുന്നു. ആ പാട്ട് കേട്ട് തങ്ങൾ നല്ലോണം റാഹത്തോടെ ആസ്വദിച്ചു. അത് പാടാൻ വേണ്ടി തങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ദഫ് മുട്ടിയിട്ടാണ് ആ പാട്ട് പാടുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു. ഇരിക്കട്ടെ, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ കൈകൊണ്ട് നിർവഹിക്കേണ്ടതും നാവ് കൊണ്ട് നിർവഹിക്കേണ്ടതും ഖൽബ് കൊണ്ട് നിർവഹിക്കേണ്ടതും ഒരു ഡ്യൂട്ടിയുണ്ട്. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി. ശർഅ് വിരോധിച്ച ഒരു കാര്യം കണ്ടാൽ കൈകൊണ്ട് അതിനെ എതിർക്കണം സാധ്യമാകുമെങ്കിൽ, എന്നിട്ടത് നിർത്തലാക്കണം. ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടോ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടോ അല്ല, വിഷയങ്ങൾ സ്വകാര്യമായി എഴുതി കൊടുത്തുകൊണ്ട് അതിന്റെ കാര്യഗൗരവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക വീക്ഷണങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് നിർത്തലാക്കണം. കൈകൊണ്ട് തടയാൻ പറ്റൂലെങ്കിൽ നാവ് കൊണ്ട് നല്ലോണം പറഞ്ഞു കൊടുക്കണം, സ്വകാര്യമായി വിളിച്ച് ഉപദേശിച്ചുകൊണ്ട് നിർത്തലാക്കണം. രണ്ടും അവിടെ നടക്കൂലെങ്കിൽ ഖൽബ് കൊണ്ട് അതിനോടൊരു വിരോധവും വെറുപ്പും പ്രകടിപ്പിക്കണം. ഈമാനിന്റെ ഏറ്റവും ചെറിയ ഒരു വശം അതാണ്. കൈകൊണ്ട് നടക്കാത്ത സ്ഥലത്ത്, നാവ് കൊണ്ട് ഉപകാരം നടക്കാത്ത സ്ഥലത്ത് മനസ്സുകൊണ്ടൊരു പ്രതിഷേധം. ഖൽബ് അതിനുള്ളതാണ്, മനസ്സുകൊണ്ടൊരു പ്രതിഷേധം. അങ്ങനെ ഒരു പ്രതിഷേധം പണ്ടേ ഉണ്ട്, ഇന്ന് മുതൽ ഉണ്ടായി വരണം എന്നുള്ള സംവിധാനമല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കിടത്തുന്ന ഭക്ഷണം കഴിക്കാതെ മടങ്ങിപ്പോയി സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഭക്ഷണം കഴിച്ചില്ല, ഒറ്റ പോക്ക് പോയി. അപ്പൊ പിന്നാലെ പോയിട്ട് കുറെ ആൾക്കാർ ചോദിച്ചു, അല്ല ഉസ്താദേ, എന്താ ഭക്ഷണം കഴിക്കാതെ പോകുന്നത്? ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാതെ പോകും പോലെയല്ല, ഇതാരാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമ്, അവിടുത്തെ സ്വാഹിബുൻ നഅലൈൻ, സ്വാഹിബുസ് സിവാകി വൽ വിസാദ. തങ്ങളൊരു തോട്ടത്തിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് സൂക്ഷിച്ചിരുന്ന മഹാൻ, ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോകുമ്പോ തലയണ വെച്ചു കൊടുത്തിരുന്ന മഹാൻ, മിസ്വാക്ക് കയ്യിൽ പിടിച്ച് സൂക്ഷിച്ചിരുന്ന മഹാൻ, വലിയ ഖിദ്മത്തിന് ഭാഗ്യം കിട്ടിയ മഹാനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധത്തോടെ ഇറങ്ങിപ്പോകുമ്പോ നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു ചിത്രമാണത്, ചിന്തിക്കേണ്ട വിഷയമാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു പ്രതിഷേധം ധർമ്മരംഗത്തുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അത് അസ്തമിച്ചു പോകരുത്. നമ്മുടെ നാട്ടിൽ നിന്ന് അതിന് പറ്റാത്ത ആളുകളായ എല്ലാവരും തരം താഴ്ന്നു പോകരുത്. നമ്മുടെ ഖൽബ് കൊണ്ട് നിർവഹിക്കേണ്ട ഡ്യൂട്ടിയാണ് അവസാനത്തെ പ്രതിഷേധം, എഴുന്നേറ്റുപോക്ക്. അത് ഈമാനുള്ളവർക്ക് അങ്ങനെയാണ് ഇനി അവിടെ നടത്താനുള്ളതെങ്കിൽ അങ്ങനെ നടത്തണം. കൈ കൊണ്ട് കാര്യമായിട്ട് തടഞ്ഞു നോക്കി നിൽക്കുന്നില്ല, നാവ് കൊണ്ട് പറഞ്ഞു നോക്കി ഉപദേശിച്ചു നോക്കി ഫലം കിട്ടുന്നില്ല, എന്നാ പിന്നെ സ്വന്തത്തിൽ പ്രതിഷേധം, അത് മനസ്സുകൊണ്ടുള്ള പ്രതിഷേധമാണ്. കൂട്ട് നിന്ന് കൊടുത്താൽ നമ്മളും ആ വിഷയത്തിൽ പെട്ടുപോയി. മഹാനവർകൾ പറഞ്ഞു, ഭക്ഷണം എനിക്ക് വേണ്ട. ആ വീട്ടിൽ കണ്ടില്ലേ, ജീവനുള്ള ജീവിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് ഹറാമുകളിൽപ്പെട്ട ഒരു ഹറാമാണ്. അതിനാണ് ആ പ്രതിഷേധം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് തലക്കെട്ട് കൊണ്ടുവരുന്നത്, സദ്യക്ക് ക്ഷണിച്ചയിടത്ത് മുൻകർ കണ്ടു, ശറഅ് വിരോധിച്ച വിഷയം കണ്ടു, എന്നാൽ എന്തു ചെയ്യണം? എന്താണ് അവിടെ നിലപാട് സ്വീകരിക്കേണ്ടത്? നമ്മൾ മിണ്ടാതെ പതുക്കെ ഭക്ഷണം കഴിക്കുന്ന നേരല്ലേ, നമ്മൾ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ മതി. കണ്ടതുകൊണ്ട് കണ്ണ് താഴോട്ടെങ്ങനെ ആക്കിയാൽ മതി. ആരും ഇനി അങ്ങോട്ട് നോക്കാതിരുന്നാൽ മതി. പതുക്കെ എല്ലാരും ഭക്ഷണം കഴിച്ച് സ്ഥലം വിട്ടാൽ മതി. അങ്ങനെ അല്ലല്ല, അവിടെ ഒരു ഡ്യൂട്ടി ഉണ്ട്.
ആ അധർമ്മം അവിടെ നിന്ന് നീക്കാനുള്ള മാർഗങ്ങൾ ഈ പഠിപ്പിച്ച 3 വഴികളും ഉപയോഗിച്ച് വളരെ ക്ലിയർ ആക്കി നീക്കണം. അതിന് രക്ഷിതാക്കൾ നേതൃത്വം നൽകണം. ഉപ്പയും ഉപ്പാപ്പമാരും കുടുംബത്തിലെ തലവന്മാരും ഒരു നേതൃത്വം കൊടുക്കണം. അവര് കാര്യമായി വിളിച്ച് ഉപദേശിച്ചുകൊണ്ട് മാറ്റണം. അല്ലെങ്കിൽ നാട്ടിലത് പാരമ്പര്യമായി മാറും. നിങ്ങൾ കണ്ടില്ലേ, സയ്യിദ് ഇപ്പൊ അടുത്തൊരു സയ്യിദും ഒരു വലിയ ആലിമും, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വലിയൊരു സയ്യിദ്, നമ്മളെ കൂട്ടത്തിലെ വലിയൊരു തങ്ങളും വലിയൊരു ആലിമും നിക്കാഹിന് പോയിരുന്നിടത്ത് മുന്നിലെ സൊഫിൽ തന്നെ വന്നിരുന്നിരിക്കുന്ന ആരാന്നറിയോ? അവിടെ നിക്കാഹ് നടത്തപ്പെടുന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ, അവര് ഫ്രണ്ട്സുകളാണ്. അവര് ഫസ്റ്റ് വരിയിൽ ഒന്നാകെ വന്നിരിക്കുക. നമ്മളെ നാട്ടിലൊന്നും കാണാത്തൊരു കാര്യമാണ് ഇനി പറയുന്നത്. ഈ ഉസ്താദുമാര്, വലിയ വലിയ ഉസ്താദുമാര് നിക്കാഹ് ചെയ്യാൻ വന്നിരിക്കുന്ന ഈ സദസ്സിന്റെ സ്റ്റേജിന്റെ നേരെ മുന്നിലെ സീറ്റില് പുരുഷന്മാരൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടുകാരികളായ പെൺകുട്ടികൾ വിവിധ വസ്ത്രങ്ങൾ ധരിച്ച് അവർ വന്നിരിക്കുകയാണ്. അവരവിടെ നിന്ന് മാറുന്നില്ലെങ്കിൽ പിന്നെ അവിടെ അവസാനം ഒരു വഴിയുള്ളൂ, ഫബി ഖൽബിഹി. നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ആ ഉസ്താദും ആ സയ്യിദ് അവർകളും എഴുന്നേറ്റുപോയി, ഒരു പ്രതിഷേധം എന്ന നിലക്ക്. പിന്നെ ആ മഹല്ലത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ആ ഒരു പ്രതിഷേധം ഉപകരിച്ചു. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് ആ കാർമ്മികത്വം വഹിച്ചിരുന്നുവെങ്കിൽ അത് ആ നാട്ടിലെ ഒരു ആദത്തായി മാറുമായിരുന്നു. ആ അധർമ്മം പിന്നീട് കൊട്ടിയടക്കാൻ കഴിയൂല, നിർത്തലാക്കാൻ കഴിയൂല. ആര് വന്ന് വാല് പറഞ്ഞാലും നിങ്ങളെക്കാളും വലിയ ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ അവിടെ എന്ന് പറയും. അതിനീ മഹാന്മാരായ ഉസ്താദുമാര്, സയ്യിദ് അവറുകളും ആ ഉസ്താദും അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. നാട്ടുകാര് മുഴുവനും തീരുമാനമെടുത്തു, ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നടന്നുകൂടാ. എല്ലാ ഉപ്പമാരും ഉമ്മമാരും ആ വിഷയത്തിൽ ഉറച്ച തീരുമാനമെടുത്തു. പിന്നെയും അവിടെ നിക്കാഹുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു സമ്പ്രദായം ഒരാളും അനുവദിച്ചിട്ടില്ല. കാരണം നാട്ടുകാർക്കറിയാം, നമ്മളെ കല്യാണത്തിന് നിക്കാഹിന് ആ ഉസ്താദ് വരണം, ആ സയ്യിദ് വരണം, അവര് ദ്വാരക്കണം, അവരെ ദ്വാ നമുക്ക് ആവശ്യമുണ്ട്, ബറക്കത്ത് ആവശ്യമുണ്ട്. പക്ഷേ ഇങ്ങനെ രംഗങ്ങൾ ഉണ്ടായാൽ അത് നടക്കൂല. അതുകൊണ്ട് ഈ രംഗം നിർത്തലാക്കണം. അങ്ങനെ ആ സഹോദരങ്ങളെ, അധർമ്മത്തെ നീക്കുന്ന ഒരു ശൈലി, മുൻകറിനെ നന്മ കൊണ്ട് തുടച്ചു നീക്കണം. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, ഏറ്റവും നല്ല നന്മയെന്ന് പറയുന്നത്, ശരിയായ മാർഗമെന്ന് പറയുന്നത് ദഫ്ഉ മുൻകരിൻ ബിമഅറൂഫ്, ശർഅ് വിരോധിച്ച കാര്യത്തെ തടുത്തു നിർത്തണം. ബിമഅറൂഫിൻ, നന്മ കൊണ്ട് തടുത്തു നിർത്തണം. നന്മ പകരം കൊടുത്ത് തിന്മയെ തടുത്തു നിർത്തുക. എന്താണ് അവിടെ പകരം കൊടുക്കുന്ന നന്മ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സമ്പ്രദായമായി സുന്നത്തായി നിലനിർത്തി പോന്ന മദ്ഹ്, ബദരീങ്ങളെ മദ്ഹല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബദരീങ്ങളിൽപ്പെട്ട മഹാനല്ലേ. ബദരീങ്ങളുടെയും എല്ലാ നേതാക്കളുടെയും സയ്യിദല്ലേ അവിടുന്ന്. അവരെ മദ്ഹ് പാടുക, അത് ജനങ്ങൾ കേൾക്കുക, അതിനുവേണ്ടി ആളുകൾ വന്നിരിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ മുമ്പും ആ മദ്ഹ് കേൾക്കുക. അത് സുന്നത്താണ്, നല്ലതാണ്. ദഫ് മുട്ടിയിട്ട് ആ മദ്ഹ് പാടുന്നതും കേൾക്കുന്നതും നല്ലതാണ്. അതാണ് സന്തോഷവേളകളിൽ അവിടെ നടക്കേണ്ടത്. ആ ഒരു ധർമ്മത്തിലേക്ക് നേരത്തെ പദ്ധതി ആസൂത്രണം ചെയ്ത് അങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്. എന്തിന്? വേറെ ഒരു വിഷയം അവിടെ വരാതിരിക്കാൻ. അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. കഴിവിന്റെ പരമാവധി അത്തരത്തിലുള്ള മുങ്കറാത്തുകളെ, ശർഅ് വിരോധിച്ച കാര്യങ്ങളെ, നന്മകൾ അവിടെ ചേർത്ത് കൊടുത്തുകൊണ്ട് പ്രതിരോധിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒറ്റയടിക്കത് പാടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലൊക്കെ അത് ഇവിടെ നടത്തിയേ പറ്റൂ എന്ന് മുന്നോട്ട് വരും. അതിനു പകരം ആ മാർഗം സ്വീകരിക്കുന്നതിന് പകരം നമ്മൾ ഈ മാർഗം സ്വീകരിച്ചാൽ ആർക്കും ഒരു കേടില്ല, എല്ലാവരും വന്ന് കേട്ടിരിക്കും, നല്ല റാഹത്തുണ്ടാകും, സന്തോഷം ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഈ പരിപാടിക്കും വലിയ ബറക്കത്തുണ്ടാകും എന്ന അർത്ഥത്തിൽ അങ്ങനെയാണ് ആസൂത്രണം ചെയ്യേണ്ടത്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത്, നമ്മുടെ അവയവങ്ങൾക്ക് അല്ലാഹു നൽകിയ അഹദ്, ഓരോന്നിനും നൽകിയ ബാധ്യതകൾ, അത് നിർവഹിക്കുന്നവരാകണം മുഅ്മിനീങ്ങൾ, ബുദ്ധിമാന്മാരെ
നിർവഹിക്കുന്നവരാണ്. കാണാൻ പറ്റാത്തത് കാണുമ്പോൾ കണ്ണ് ചിമ്പണം. അവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. കാണാൻ പറ്റാത്തത് കാണുമ്പോൾ ഒന്നുകൂടി നോക്കാനാണ് ഒരുപക്ഷെ ഹവ നമ്മോട് പറയുക, തടീച്ച പറയുക, നഫ്സ് അങ്ങനെയാണ് പറയുക, ദുനിയാവ് അങ്ങനെയാണ് പറയുക, ഇബ്ലീസും അങ്ങനെയാണ് പറയുക. 4 എതിരാളികളും നമ്മളോട് നിർദ്ദേശിക്കുന്നത് ശറഅ് നമ്മളോട് പഠിപ്പിച്ച ഇന്ന നേരെ എതിരാണെങ്കിലും നമ്മൾ പ്രതിരോധം തീർക്കേണ്ടത് ശറഇന്റെ കൽപ്പന കൊണ്ടാണ്, ഹുക്മ് കൊണ്ടാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇസ്മായിലുൽ ഹിഖീദങ്ങൾ പറയുന്നു, ശറഇന്റെ ഹുക്മ് അനുസരിച്ച് അവയവങ്ങളെ ചലിപ്പിക്കുന്നതാണ് വലിയ ഉത്തരവാദിത്വ നിർവഹണം. മുഅ്മിനീങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അതാണ്. അത് പൂർത്തീകരിക്കുമ്പോൾ അവര് ബുദ്ധിമാന്മാരാണ്. യഥാർത്ഥ ബുദ്ധിമാന്മാരുടെ ശീലമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് വഴിയോരത്ത് തമ്പടിച്ച് നിൽക്കുന്ന സ്വഹാബിമാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൂട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയുന്നവരോട്, നിങ്ങൾ ഇവിടെ കൂട്ടം കൂടിയിരുന്ന് നല്ലത് സംസാരിക്കുകയാണെങ്കിൽ ചില ബാധ്യതകളൊക്കെ നിർവഹിക്കണം. എന്താ നബിയെ നിർവഹിക്കേണ്ടത്? ആദ്യമായി കഫുൽ അദാ, ഒരാളെയും ശല്യം ചെയ്യാൻ പാടില്ല. ശല്യങ്ങളൊക്കെ നിർത്തണം. ഇതിലൂടെ ആണുങ്ങൾ പോകും, പെണ്ണുങ്ങൾ പോകും, അതുപോലെ തന്നെ ശരീരത്തിൽ അംഗവൈകല്യമുള്ളവര് പോകും, പ്രയാസമുള്ളവര് പോകും. ഒരാൾക്കും ഇടങ്ങേറുണ്ടാക്കരുത്. റദ്ദുസ്സലാം, സലാം മടക്കണം. ഗള്ളുൽ ബസർ, കണ്ണ് നോക്കാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ വരുമ്പോ ചിമ്മിക്കൊടുക്കണം. അംറും ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകരി, ധർമ്മം കൊണ്ട് കൽപ്പിക്കണം, തിന്മയിൽ നിന്ന് പാടെ വിട്ടു നിൽക്കണം. അതവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ബാധ്യതയാണ്. ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ കഴിയുമെങ്കിൽ ഇരുന്നാ മതി. അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലോ മറ്റു സംസാരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നോളൂ. അവിടെ ഈ വിഷയങ്ങളൊന്നും വരൂല. നിങ്ങൾക്ക് അവിടെ ഹദീസ് പറയാം, വിഷയങ്ങൾ പറയാം, ചർച്ചകൾ നടത്താം, അതുപോലെ തന്നെ സംശയങ്ങൾ ദൂരീകരിക്കാം, ഒക്കെ ചെയ്യാം. ഇവിടെ വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോ പ്രത്യേകം ചില നിയമങ്ങൾ പഠിക്കണം. കാരണം പൊതുവഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോകാനുള്ള വഴിയാണ്. അതിലൂടെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ പോകും, ദുർബലര് പോകും, പരിഹാസിക്കുന്ന ആൾക്കാർ പോകും, പലരും പോകും. നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടായി തീരേണ്ടത് ഈ ഉത്തരവാദിത്തങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ എല്ലാ മാർഗങ്ങളിലും ഉണ്ടത്. അത് പൂർണ്ണമായി വീട്ടാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങൾക്ക് സൗന്ദര്യമായി നമ്മൾ നൽകേണ്ടത് ആ കടമകളും കടപ്പാടുകളുമാണ്. കണ്ണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കണ്ണ് യഥാവിധി നോക്കേണ്ടതിലേക്ക് മാത്രം ഉപയോഗിച്ച് ഇനി ആ കണ്ണ് കേടായി പോകുമോ എന്ന് പേടിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തങ്ങളെ നോക്കിക്കണ്ട് ആനന്ദിച്ച കണ്ണ് ഇനി മറ്റു വല്ലതിലേക്കും നോക്കിയിട്ട് നാളെ ആഖിറത്തിൽ മുത്തുനബി തങ്ങളെ കാണാൻ എനിക്ക് തടസ്സം വരുമോ എന്ന് കരുതിയിട്ട് കണ്ണ് വേണ്ട, ഇനി കാഴ്ച വേണ്ട എന്ന് ദുആ ചെയ്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ വിവരം അറിഞ്ഞപ്പോൾ, അല്ലാഹുവേ, ഈ ദുനിയാവിൽ വെച്ച് കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം ഞാൻ കണ്ടു കഴിഞ്ഞു, ഞാനത് ആസ്വദിച്ചു, എല്ലാ നിലക്കുമുള്ള സന്തോഷങ്ങളും എനിക്ക് കിട്ടി, ഇനി എനിക്ക് എന്റെ കണ്ണിന് കാഴ്ച വേണ്ട എന്ന് ദുആ ചെയ്തു പോയി. തോട്ടത്തിൽ കൂടെ മക്കളുമുണ്ട്. പിന്നെ മക്കൾ കൈപിടിച്ച് ബാപ്പാനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കാഴ്ച അല്ലാഹു എടുത്തു മാറ്റി. കാണേണ്ട രൂപം ആഖിറത്തിൽ വരുമ്പോ ദുനിയാവിൽ കാഴ്ചയുള്ളവർ അവിടെ അന്ധകന്മാരായി മാറുന്നുണ്ട്. ഒമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. എന്റെ ഉപദേശങ്ങൾ അവഗണിക്കുന്ന ആളുകൾ, എന്റെ ഖുർആനിന്റെ കൽപ്പനകൾ അവഗണിക്കുന്ന ആളുകൾ, വിലവെക്കാത്ത ആളുകൾ, അവന് ഇടുങ്ങിയ ജീവിതം ഖബറിൽ നമ്മൾ കൊടുക്കും. റാഹത്തുള്ള ജീവിതമല്ല, ഇടുങ്ങിയ ജീവിതം കൊടുക്കും. ഒരിക്കലും ഖബർ അവന്റെ പിടുത്തം വിടാതെ അങ്ങനെ ഇടുക്കിക്കൊണ്ടിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖിയാമത്ത് നാളിൽ അവനെ ഒരുമിച്ച്
കൂട്ടുന്നത് അന്ധകനായിട്ടാണ്, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തവനായിട്ടാണ്. ആ മനുഷ്യൻ അല്ലാഹുവോട് ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അമാ വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ള ആളായിരുന്നില്ലേ, എന്തിനാണ് എന്നെ കണ്ണ് കാണാത്ത ആളായിട്ട് ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? അല്ലാഹു തആല പറയുന്ന മറുപടി, കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. നമ്മുടെ അധ്യാപനങ്ങൾ നിനക്ക് വന്നു, നോക്കാൻ പാടില്ലാത്തതും പാടുള്ളതും വേർതിരിച്ച് നിനക്ക് അറിവ് വന്നു, പക്ഷേ ഫനസീതഹാ, നീ അത് മറന്നു. നീ അന്നത് മറന്നപ്പോ വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്നെയും വിസ്മരിക്കപ്പെടുന്നു. ഇന്ന് നിനക്ക് കണ്ണ് തരണം, കൈ തരണം, ആരോഗ്യ തരണം, ഒന്നുമില്ല. ഇന്ന് നിന്നെ മറക്കാണ്. നീ അവിടുന്ന് ഭൗതിക ലോകത്ത് നിന്ന് നമ്മുടെ അധ്യാപനങ്ങൾ മറന്നു. രണ്ടിന്റെയും നിയമങ്ങൾ നിന്റെ മുന്നിൽ ശരിക്കും അറിവുണ്ടായിരുന്നു, നീ അത് പഠിച്ചിരുന്നു, കേട്ടിരുന്നു, പക്ഷേ നീ വിസ്മരിച്ചു. അതുകൊണ്ട് ഈ ലോകത്ത് നിന്നെയും വിസ്മരിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു അന്ധന്മാരായി നമ്മൾ ഒരുമിച്ച് കൂടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാരത്രിക ലോകത്ത് രണ്ട് കണ്ണുകൊണ്ടും അല്ലാഹുവെ ദർശിക്കാൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, സ്വർഗ്ഗലോകം കാണാൻ ആ കണ്ണിന് വേണ്ട ഡ്യൂട്ടി ഇവിടെ നിർവഹിക്കണം. ബാക്കി എല്ലാ അവയവങ്ങളും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. 8 അടയാളങ്ങളിൽ നിന്ന് ഒന്ന് സ്വല്പം വിശദമായി വിശദീകരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളെയും മറ്റന്നാളും പറയാം. നമ്മുടെ സദസ്സ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ.